വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ്, പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. നമ്മളതിൻ്റെ 1ഉം 2ഉം പാർട്ട് ഇട്ടതാണ് കേട്ടോ. ഇനി അത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ ചാപ്റ്ററിനകത്തിൽ ഫുള്ള് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ആ കിട്ടിയവർ എവിടെ വരെ ആണോ എഴുതിയെടുത്തത് അതിൻ്റെ ബാക്കിയായിട്ട് അങ്ങ് എഴുതിയത് കേട്ടോ. എന്ന് വെച്ചാൽ ഇച്ചിരി ഇങ്ങോട്ട് നീക്കി നോക്കണം നമ്മൾ എവിടെ വരെ എഴുതിയെടുത്തു, എന്നിട്ട് അതിൻ്റെ ബാക്കി അങ്ങ് എഴുതിയെടുത്തോണേ. അഥവാ കിട്ടാത്തവർ, ഇതുവരെ ഈ പാഠം എഴുതാത്തവർ ഇതങ്ങ് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇച്ചിരി തോന്നിയ നോട്ടുള്ളതാണ്, വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ഇവിടെ ഒരു പടം നമുക്ക് ആ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കുട്ടിയുടെ മുമ്പിലിരിക്കുന്ന പലഹാരത്തിൽ എന്തെല്ലാം വസ്തുക്കളാണ് ഉള്ളത്. ഞാൻ അതങ്ങ് സ്പീഡിൽ വായിച്ചു പോകാം കേട്ടോ. എന്നുവെച്ച് 3ാമത്തെ പാർട്ട് നമുക്ക് നല്ലപോലെ വായിക്കാം. അപ്പോൾ ആ കുട്ടിയുടെ മുന്നിലിരിക്കുന്ന സ്നാക്സിനകത്തിൽ എന്തൊക്കെ ഉണ്ട് കേട്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പാത്രത്തിനകത്ത് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് നണ്ടിതാവിഞ്ഞ് ഈ സാധനമാണ് കേട്ടോ, മിക്സ്ചർ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, മിക്സ്ചർ. അപ്പോൾ അതിനകത്തിൽ എന്തൊക്കെയുണ്ട്? ഗ്രൗണ്ട് നട്ട്, നിലക്കടലയുണ്ട്, ഫ്രൈഡ് ഗ്രാം പൊരിക്കടലയുണ്ട്, ബനാന ചിപ്സ് അല്ലേ, എന്ന് വെച്ചാൽ ചിപ്സ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ മിക്സ്ചർ മേടിക്കുമല്ലോ, മിക്സ്ചർ എന്ന് പറയുന്നതിൽ നമ്മൾ എളുപ്പം പറയുന്നത് എന്താ, മിക്സ്ചർ അല്ലേ. മിക്സ്ചർ ഉണ്ടെന്നല്ല കുഞ്ഞുങ്ങളെ നമ്മൾ പറയുന്നത്. മിക്സ്ചർ നമ്മൾ എടുത്ത് പറയുമോ? ഇല്ല, ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെയല്ലേ സ്പീഡിൽ പറയുന്നത്. അപ്പോൾ അതിനകത്തിൽ എന്തൊക്കെയുണ്ട്? നമ്മുടെ പല ആൾക്കാരും പല രീതിയിലാണ് മിക്സ്ചർ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പം നിങ്ങൾ എന്തൊക്കെയാണോ അതിനകത്തിലുള്ളത് അത് പറക്കി എഴുതാനേ ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ അത് എഴുതാനേ ഉള്ളൂ കുഞ്ഞുങ്ങൾ കേട്ടോ. എന്തെല്ലാം വസ്തുക്കൾ ചേർന്നാണ് നാം ഒരു കോൺക്രീറ്റ് തയ്യാറാക്കുന്നത്? നമ്മുടെ വീട്ടിൽ കോൺക്രീറ്റ്, വീട് പണിയൊക്കെ വരുമ്പോൾ കോൺക്രീറ്റ് ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ. വീട് പണി അല്ല എന്തെങ്കിലും ആയിക്കോട്ടെ, കോൺക്രീറ്റ് എന്ന സിമെൻറ്റും മണലും വെള്ളവും ഒക്കെ ഒഴിച്ചല്ലേ ഇത് കോൺക്രീറ്റ് ചെയ്യുന്നത്. വാട്ട് ആർ ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു മേക്ക് കോൺക്രീറ്റ്? എന്തൊക്കെയായിരുന്നത്? സിമെൻറ്റ്, പിന്നെ സാൻഡ്, മണൽ, വാട്ടർ, ഗ്രാവൽ കേട്ടോ. ഗ്രാവൽ എന്ന് വെച്ചാൽ മെറ്റൽ കേട്ടോ. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ടെസ്റ്റിലെ ഓരോ ചോദ്യങ്ങളാണേ. വിച്ച് ആർ ദ ഹൗസ് ഹോൾഡ് ബയോവേസ്റ്റ്? നമ്മുടെ ബയോവേസ്റ്റ് ഉണ്ട്. യൂസ് ടു മേക്ക് കമ്പോസ്റ്റ് വളം നിർമ്മിക്കാൻ വീട്ടിലെ ഏതെല്ലാം ജൈവമാലിന്യങ്ങളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? കമ്പോസ്റ്റ് വളം ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, വളം. ഇത് നിർമ്മിക്കാൻ വേണ്ടി വീട്ടിലെ ഏതെല്ലാം ജൈവമാലിന്യങ്ങളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? ഏതൊക്കെയാണ്? വെജിറ്റബിൾസ്, നമ്മൾ വീട്ടിൽ അരിയുന്നതൊക്കെ വെജിറ്റബിൾസിൻ്റെയൊക്കെ വേസ്റ്റുകൾ, പിന്നെ ചാണകം അല്ലേ, കൗടങ്ങ്, പിന്നെ ഫുഡിൻ്റെ വേസ്റ്റുകൾ, പിന്നെ വേസ്റ്റ് ഓഫ് ഫിഷ് ആൻഡ് മീറ്റ്. ഇതൊക്കെ എന്താണ്? ഇത് കഴിക്കുന്നതിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ വരത്തില്ലേ, ഇതെല്ലാം എന്താണ്? ബയോവേസ്റ്റ് എന്നാണ് കേട്ടോ. എന്ന് വെച്ചാൽ ജൈവമാലിന്യങ്ങൾ, നമ്മുടെ വീട്ടിലെ ജൈവമാലിന്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ, അതായത് കമ്പോസ്റ്റ് വളം നിർമ്മിക്കാൻ കേട്ടോ, വളം ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ വാഴയുടെ ഒക്കെ മൂട്ടിൽ, വാഴ, ചേന, ചേമ്പ് ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ മൂട്ടിൽ കൊണ്ടിടുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ആദ്യത്തെ 3 എണ്ണമാണ്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, മിക്സ്ചർ എന്നിവയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? കോൺക്രീറ്റ് എന്ന് വെച്ചാൽ എന്തെല്ലാം സാധനങ്ങൾ ചേർന്നതാണെന്ന് നമ്മൾ പഠിച്ചു. കമ്പോസ്റ്റ് അല്ലെ, വളം എന്തെല്ലാം ചേർന്നതാണെന്ന് നമ്മൾ പഠിച്ചു. മിക്സ്ചർ ഇവ എന്താ, ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അതായത് വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് എന്ന് വെച്ചാൽ പ്രത്യേകതകൾ അല്ലേ ഓഫ് കോൺക്രീറ്റ്, കമ്പോസ്റ്റ് ആൻഡ് മിക്സ്ചർ. അതായത് അവ ഓരോന്നും ഒന്നിലധികം വ്യത്യസ്ത വസ്തുക്കൾ ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. ദേ ആർ മെയ്ഡ് ബൈ മിക്സിങ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ് അല്ലേ. നമ്മൾ കോൺക്രീറ്റിൻ്റെ കാര്യം പഠിച്ചു കുഞ്ഞുങ്ങളെ. കോൺക്രീറ്റിനകത്തിൽ എന്തൊക്കെയാണ് അല്ലേ? കമ്പോസ്റ്റ്, മിക്സ്ചർ, ഇത് 3 എണ്ണവും ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ്. ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓരോന്നും മനസ്സിലാക്കി പോണേ. നമ്മൾ ടെസ്റ്റ് വായിച്ചാണ് 1ഉം 2ഉം പാർട്ടിലെല്ലാം ഇട്ടത് കേട്ടോ. അതുകൊണ്ട് ഇത് ആൻസർ മാത്രം പറഞ്ഞു പോവുകയാണ്. വിച്ച് ആർ ദ ഇൻഗ്രീഡിയൻസ് യൂഷ്വലി യൂസ്ഡ് ഇൻ സലാഡ് അല്ലേ. സലാഡെന്നും സാലഡെന്നും ഒക്കെ പറയാം കേട്ടോ. ഓരോരുത്തർ ഓരോ രീതിയിലാണ് പറയുന്നത്. സലാഡെന്നോ സാലഡെന്നോ ഒക്കെ പറയാം. ഓക്കെ, ഇവിടെ സാലഡിലും മാങ്ങ അച്ചാലും സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിലാകും നിങ്ങളെ വെക്കുന്നത്. ഇപ്പോൾ മാങ്ങ അച്ചാർ ഓരോരുത്തരും ഓരോ രീതിയിൽ വെക്കും അല്ലേ. സലാഡ് നമ്മുടെ അന്നേരത്തെ എന്തൊക്കെയാണോ അടുക്കളയിലുള്ളത് അല്ലേ, അത് വെച്ചല്ലേ സത്യത്തിൽ നമ്മൾ. പിന്നെ ഏതെങ്കിലുമൊക്കെ നല്ല ഗസ്റ്റും നല്ല രീതിയിലൊക്കെ വെക്കുമ്പോൾ നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ. ഉള്ളി, തക്കാളി, ഉപ്പ്, ക്യാരറ്റ്, സാലഡ്, വെള്ളരി, പിന്നെ നാരങ്ങ, തൈര്. ഇതൊക്കെ പുളിക്ക് വേണ്ടി നാരങ്ങ, തൈര് ഏതെങ്കിലും ഓപ്ഷനായിട്ടോ ഒന്ന് ഉപയോഗിച്ചാൽ മതി. മാങ്ങാച്ചാർ ഉപയോഗിക്കാനോ നമുക്ക് വെളിച്ചെണ്ണ, ഏത് എണ്ണയാലാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം അല്ലേ. നല്ലെണ്ണയിലുണ്ട്, വെളിച്ചെണ്ണയിലുണ്ട്, കടുവെണ്ണയിലുണ്ട്, ഓരോരുത്തരും ഓരോ രീതിയിൽ ഇടുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണ വേണം, മാങ്ങ വേണം, ഉപ്പ് വേണം, ഗാർലിക്ക് വേണം, വിനാഗിരി വേണം ഇല്ലേ. പിന്നെ ഇപ്പം എല്ലാവരും കൂടുതലും അച്ചാർ പൗഡറാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരെയും സമയവും ഇല്ലയോ, സമയം ലാഭിക്കാനും എളുപ്പമൊഴിക്കും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേ, റഫായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇനി പ്രധാന ക്വസ്റ്റ്യൻ
കുഞ്ഞുങ്ങളെ എന്താണ് മിക്സ്ചർ? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ അല്ലേ, എന്താണ് മിക്സ്ചർ? മിശ്രിതങ്ങൾ എന്നാൽ എന്താണ്? എ മിക്സർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ മിശ്രിതങ്ങൾ അല്ലെങ്കിൽ മിക്സ്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഉറക്കം വരുന്നല്ലേ. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് കുഞ്ഞുങ്ങളെ മിശ്രിതങ്ങളെന്ന് പറയുന്നത്. ഓക്കെ ആണോ? 6 എഴുതിയെടുക്കണേ. അടുത്ത 7ാമത്തെ ചോദ്യം, ഓരോ മിശ്രിതത്തിൻ്റെയും പേരും ഘടകപദാർത്ഥങ്ങളും പട്ടികയിൽ രേഖപ്പെടുത്തുക. ടാബുലേറ്റ് ദ, ഇത് നമ്മുടെ ടെസ്റ്റിലെ കേട്ടോ, ടാബുലേറ്റ് ദ നെയിം ഓഫ് ദ മിക്സ്ചർ മെയ്ഡ് ബൈ ഈച്ച് ഗ്രൂപ്പ് ആൻഡ് ദെയർ കോമ്പോണൻസ്. മിക്സ്ചർ പ്രിപ്പയർ ചെയ്യുന്നതും കോമ്പോണൻസ് എന്ന് വെച്ചാൽ തയ്യാറാക്കിയ മിശ്രം. ഇതിപ്പോൾ നാരങ്ങാ വെള്ളം അല്ലേ, നാരങ്ങാ വെള്ളത്തിൽ എന്തെല്ലാം ഘടകങ്ങൾ വേണം കുഞ്ഞുങ്ങളെ? നാരങ്ങ വേണം, വെള്ളം വേണം, പഞ്ചസാര വേണം അല്ലേ, ലൈം, ഷുഗർ, വാട്ടർ, ഇതെല്ലാം ഉണ്ടെങ്കിലാണ് നമുക്കൊരു ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി ഉപ്പ് വെള്ളമാണെങ്കിൽ അതിൽ എന്തൊക്കെ വേണം? ഉപ്പും വെള്ളവും വേണം അല്ലേ, ഉപ്പ്, സാൾട്ടും വാട്ടറും വേണം. പഞ്ചസാര ലായനിയാണെങ്കിലോ പഞ്ചസാര വേണം, വെള്ളം വേണം അല്ലേ, ഷുഗറും വാട്ടറും. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയാണെങ്കിലോ പൊട്ടാസ്യവും പെർമാംഗനേറ്റ്. ഇത് നമ്മുടെ ടെസ്റ്റിൽ ഒരുപാട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അത് ഞാനത് 1ാമത്തെ ലിങ്കിലൊക്കെ പറഞ്ഞതാണ്. ഇത് കുറച്ച് മാത്രം ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. 2ാമത്തെ, നിങ്ങൾ തയ്യാറാക്കിയ മിശ്രിതങ്ങളിൽ ഉപയോഗിച്ച എല്ലാ ഘടകപദാർത്ഥങ്ങളും ഒരേ അവസ്ഥയിലുള്ളവയാണോ? നമ്മളിപ്പോൾ മേലിൽ കുറേ എണ്ണത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരേ അവസ്ഥയിലാണോ? ചിലത് നമ്മൾ എന്താണ്, ഇപ്പോൾ ഉപ്പും വെള്ളവും മതി അല്ലേ. നാരങ്ങ വെള്ളമാണെങ്കിലോ പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ്, ഷുഗർ, വാട്ടർ, ഇങ്ങനെ ഓരോന്നും ഓരോ രീതിയിലാണ് ആണല്ലോ. ഡു ആൾ ഇൻഗ്രീഡിയൻസ് ഇൻ ദ മിക്സ്ചേഴ്സ് യു ഹാവ് പ്രിപ്പയർഡ് ബിലോങ് ടു ദ സെയിം സ്റ്റേറ്റ് ഓഫ് മാറ്റർ? നോ. ആണോ? ഒരുപോലെയാണോ? അല്ല അല്ലേ. ദേ ബിലോങ് ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. വ്യത്യസ്ത അവസ്ഥകളിലുള്ളവയും ഇതിനകത്തിൽ ഉണ്ടെന്നാണ് കേട്ടോ. ടെസ്റ്റിലെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം, ദ്രാവകത്തിൽ ഖരാവസ്ഥ അല്ലെ, ഖരം എന്ന് വെച്ചാൽ സോളിഡ്, അലിഞ്ഞു ചേർന്ന മിശ്രിതങ്ങൾ ഏതെല്ലാമാണ്? എൻ്റെ കുഞ്ഞുങ്ങളെ ഖരാവസ്ഥ, ഖരം എന്ന് വെച്ചാൽ എന്താ? കട്ടിയുള്ളവ കേട്ടോ. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 സ്റ്റേറ്റുകളാണ് നമുക്കുള്ളത് കേട്ടോ. ഖരം കട്ടിയുള്ളവ, വെള്ളമായിട്ടുള്ളത്, ഗ്യാസ് ആയിട്ടുള്ളത് കേട്ടോ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഖരം, ദ്രാവകം, വാതകം. അതിനകത്ത് ഖരം എന്ന് വെച്ചാൽ നിങ്ങൾ ഓർത്തോണം സോളിഡാണെന്ന് വെച്ചാൽ കട്ടിയുള്ളവ. ഇപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ കട്ടിയുള്ളതല്ലേ, അത് നമ്മൾ ഇച്ചിരി വെള്ളത്തിലോട്ട് കഴിഞ്ഞാലോ അത് അലിഞ്ഞ് ലിക്വിഡായിട്ട് അങ്ങ് മാറുന്നുണ്ട് അല്ലേ. ഉപ്പെന്ന് പറയുന്നത് കട്ടിയുള്ള സാധനമാണ് അല്ലേ, ഉപ്പ്. അതിനെ നമ്മൾ വെള്ളത്തിലോട്ടിട്ടാലോ അതും ലിക്വിഡായിട്ട് അങ്ങ് മാറും. അപ്പോൾ വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് ഇൻ വിച്ച് സോളിഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്? നോക്കൂ ഞങ്ങൾ ഇവിടെ സാൾട്ട് വാട്ടർ, ഉപ്പ് വെള്ളം, ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനി, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പിന്നെ സാൾട്ട്, ഷുഗർ സൊല്യൂഷൻ, ഇതെല്ലാം എന്താണ്? ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേരുന്നവയാണ് കേട്ടോ. ഉപ്പ്, പഞ്ചസാര, ഇപ്പം ശർക്കര അല്ലേ, നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതുമായിട്ട് അലിഞ്ഞു ചേരുന്നുണ്ട് അല്ലേ. അങ്ങനെ അലിഞ്ഞു പോകുന്നതിൻ്റെ ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേർന്ന മിശ്രിതങ്ങൾ ഏതെല്ലാമാണ്? ചോദ്യം നല്ലപോലെ കേൾക്കണേ. വാട്ട് ആർ ദ മിക്സ്ചേഴ്സ് ഇൻ വിച്ച് എ സോളിഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, 2 ഖരവസ്തുക്കൾ ചേർന്ന മിശ്രിതങ്ങൾ. ആർ ദ എനി മിക്സ്ചർ ഓഫ് 2 സോളിഡ്? ഏതൊക്കെയാ? 2 ഖരവസ്തു എന്ന് വെച്ചാൽ കട്ടിയുള്ള വസ്തുക്കളാണ്. കട്ടിയുള്ള ബംഗാൾ ഗ്രാം, കടല അല്ലേ, പാടി മിക്സ്ചർ, നെല്ല്, ഇതൊക്കെ എന്താണ്? കടല, നെല്ല് എന്നിവയൊക്കെ നമ്മൾ ഇപ്പോൾ എത്രയൊക്കെ മിക്സ് ചെയ്താലും എന്താണ്? അത് അതുപോലെ തന്നെ കിടക്കും അല്ലേ. നമ്മളിപ്പം പിന്നെ പയറൊക്കെ എടുത്ത് വെച്ച് നമ്മളൊരു കുപ്പിയിലിട്ട് വെള്ളം ഒഴിച്ച് വെച്ചാലും അത് അന്നേരം അത് അതുപോലെ തന്നെ കിടക്കത്തേ ഉള്ളൂ. ദിവസങ്ങളോളമൊക്കെ കഴിയുമ്പോഴാണ് അതിന് മാറ്റം സംഭവിക്കുന്നത് അല്ലേ. ബംഗാൾ ഗ്രാം, പാടി, ഇവയൊക്കെ എന്താണ്? 2 ഖരവസ്തുക്കൾ ചേർന്ന മിശ്രിതങ്ങളാണ്. ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ദ്രാവകങ്ങൾ ലയിച്ചു ചേരുന്ന മിശ്രിതങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളെ? ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ദ്രാവകത്തിൽ ലയിച്ചു ചേരുന്നത്. വിച്ച് ആർ ദ മിക്സ്ചർ വിത്ത് മോർ ദാൻ വൺ സോളിഡ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ് അല്ലേ. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഉപ്പും, പൊട്ടാസ്യം പെർമാംഗനേറ്റും ഉപ്പും വെള്ളത്തിൽ ലയിച്ചത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് സാൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ കേട്ടോ. പൊട്ടാസ്യം പെർമാംഗനേറ്റും തുരിശും ഉണ്ട് കേട്ടോ. പൊട്ടാസ്യം പെർമാംഗനേറ്റും തുരിശും വേറൊരു എക്സാമ്പിളാണ്. ഓക്കെ, 11ാമത്തെ. അടുത്ത 12ാമത്തെ ചോദ്യം, എന്താണ് സൊല്യൂഷൻ? ഇത് ഞാൻ ഒത്തിരിയും പറഞ്ഞതാണ്. ഒരു പദാർത്ഥം മറ്റൊന്നിൽ ലയിച്ച് ചെയ്തിട്ടുള്ള മിശ്രിതങ്ങളെയാണ് ലായനി. ഒരു പദാർത്ഥം എന്ന് വെച്ചാൽ ഉപ്പ് നമ്മൾ വെള്ളത്തിലിടുമ്പോൾ അത് ഉപ്പ് വെള്ളമായിട്ട് അങ്ങ് മാറുന്നു. പഞ്ചസാര നമ്മൾ വെള്ളത്തിലിട്ടോ അത് പഞ്ചസാര ലായനിയായിട്ട് അങ്ങ് മാറുന്നു. ഒരു പദാർത്ഥം മറ്റൊന്നിൽ ലയിച്ച് ചേർന്നിട്ടുള്ള മിശ്രിതങ്ങളാണ് ലായനികൾ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞാൽ മിക്സ്ചേഴ്സ് ഇൻ വിച്ച് വൺ സബ്സ്റ്റൻസ് ഡിസോൾവ്ഡ് ഇൻ അനദർ ആർ കാൾഡ് സൊല്യൂഷൻ. ഇനി ലീനം എന്നാൽ എന്ത്? സൊല്യൂട്ട്. ലയിച്ച് ചേരുന്ന പദാർത്ഥമാണ് ലീനം. നമ്മളിപ്പോൾ വെള്ളം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ആ ഉപ്പാണ് അവിടുത്തെ സൊല്യൂട്ട്. അതായത് നമ്മൾ എന്താണോ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, അതിനെ എന്ത് പറയുന്നത്? ലീനം, സൊല്യൂട്ട്. തിരിഞ്ഞു പോകല്ലേ.
ഇനി എന്തിലാണോ നമ്മൾ ഇട്ട് കൊടുത്തത്, എന്തോതിലാണ് ഇട്ട് കൊടുത്തത്, വെള്ളത്തിലാണ്. എന്തിലാണോ നമ്മൾ ഇട്ട് കൊടുത്തത് അത് ലായകം അല്ലെങ്കിൽ സോൾവൻ്റ് ആണ്. മനസ്സിലാക്കണേ. നമ്മളിപ്പോൾ ഉപ്പുവെള്ളം തയ്യാറാക്കാൻ വെള്ളം എടുക്കുന്നു. ആ വെള്ളം അവിടുത്തെ സൊല്യൂട്ടാണ്. നമ്മൾ ഇട്ട് കൊടുത്ത എന്താണോ ഇട്ട് കൊടുക്കുന്നത് അത് ലയിച്ച് ചേരുന്നതാണ് സൊല്യൂട്ട്. തിരിഞ്ഞു പോകല്ലേ. ഏതിലാണോ ഇട്ട് കൊടുക്കുന്നത് അത് സോൾവൻ്റ് ആണ്. വെള്ളം അവിടുത്തെ സോൾവൻ്റ് ആണ് അല്ലേ. ഇട്ട് കൊടുത്ത ഉപ്പാണോ പഞ്ചസാരയാണോ എന്താണ്, അത് സൊല്യൂട്ടാണ്. ഇത് ലയിച്ച് ചേരുമ്പോൾ അത് സൊല്യൂഷനായിട്ട് അങ്ങ് മാറുന്നു കേട്ടോ. ഇത് ലയിച്ച് ചേരുമ്പോൾ അത് ലായനിയായിട്ട് മാറുന്നു. ലീനവും ലായകവും ചേർന്നാണ് ലായനി ഉണ്ടാകുന്നത്. ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയതാണ് കേട്ടോ. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാവും നിങ്ങളെ മിശ്രിതങ്ങൾ. ദ സബ്സ്റ്റൻസ് ഫോംഡ് ബൈ കമ്പൈനിങ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ് ആർ മിക്സ്ചർ. ഓക്കെ ആണോ? 15 അടുത്ത 16. ഇത് നമ്മൾ പാർട്ട് 1 ആണ് ഇത്രയും പറഞ്ഞത് കേട്ടോ. പാർട്ട് 2 ഇത് വിശദമായിട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. കയറി ഒന്ന് നോക്കണേ. ടെസ്റ്റിലെ ചോദ്യമാവും നിങ്ങളെ നോക്കിക്കേ. മോർ എക്സാമ്പിൾസ് ഫോർ സൊല്യൂഷന് കൂടുതൽ എക്സാമ്പിൾ പറയാം. ലായനിക്ക് ഉദാഹരണം പറയാൻ. സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ ഏതാണ്? ലിക്വിഡ് സൊല്യൂഷൻ ഏതാണ്? ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ ഏതാണ്? ഗ്യാസ് സൊല്യൂഷൻ ഏതാണ്? ഇത് നല്ലപോലെ ഒന്ന് അറിയണം കേട്ടോ. സോളിഡ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഖരമാണ്. ഖരം എന്ന് വെച്ചാൽ കട്ടിയുള്ള രണ്ടെണ്ണം തങ്ങളിലുള്ള. ലിക്വിഡ് എന്ന് വെച്ചാൽ രണ്ടും വെള്ളമാണ് കേട്ടോ. ഇപ്പം നമ്മൾ വെള്ളത്തിലോട്ട് ഇപ്പം കംഫർട്ട് ലിക്വിഡ് അല്ലെങ്കിൽ സ്റ്റിഫാൻ ഷൈൻ അങ്ങനെയൊക്കെ ഉള്ളതില്ലേ കുഞ്ഞുങ്ങൾ, അതും ലിക്വിഡാണ്. അങ്ങനെ രണ്ട് ലിക്വിഡും കൂടെ ചേരുന്നത്. ഇനി ഗ്യാസിൽ ലിക്വിഡ് ഇടുന്നത്, ഗ്യാസും ലിക്വിഡും വാതകവും ദ്രാവകവും കൂടെ ഉള്ളത്, ഗ്യാസും തങ്ങളിലുള്ളത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് അത് നമ്മൾ കുറേ പറഞ്ഞതാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലേ, ഷുഗർ സൊല്യൂഷന്, സാൾട്ട് സൊല്യൂഷന്, സോപ്പ് സൊല്യൂഷൻ, ബേക്കിംഗ് സോഡ, ഇതൊക്കെ എന്താണ് സോളിഡ് ലിക്വിഡ് സൊല്യൂഷനിലാണ് കേട്ടോ. ലിക്വിഡോ വിനാഗിരി, പെട്രോളിയം, കെറോസിൻ കേട്ടോ. ഇത് വൃത്തിയായിട്ട് എടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത പറയാം. അടുത്ത 916 ഗോൾഡിനെ കുറിച്ചാണ്. വെൻ 1000 gram ഓഫ് ഗോൾഡ് ഈസ് മെയ്ഡ് ബൈ മിക്സിങ് 916 grams ഓഫ് ഗോൾഡ് ആർ 84 grams ഓഫ് അതർ മെറ്റൽസ്. അതായത് സിൽവറും കോപ്പറും. ഇറ്റ് ഈസ് കാൾഡ് 916 ഗോൾഡ്. ദിസ് ഈസ് ആൾസോ എ സോളിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻ. സോളിഡ് സൊല്യൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഗോൾഡ് വരുന്നുണ്ട് അല്ലേ. അതായത് 1000 gram സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി 916 gram സ്വർണവും നോക്കണേ നിങ്ങളെ, 1000 gram സ്വർണം ഉണ്ടാക്കാൻ 8 ഗ്രാമാണ് 1 പവൻ എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്കറിയാമോ? 8 ഗ്രാമാണ് 1 പവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1000 gram പറയുന്നത്. ഈ 1000 gram സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി 916 gram സ്വർണവും 84 gram മറ്റു ലോഹങ്ങളും, 916 gram സ്വർണവും ബാക്കി 84 gram മറ്റൊന്ന് ഉപയോഗിക്കുന്നത് വെള്ളിയും ചെമ്പുമാണ് കേട്ടോ. നമ്മുടെ സ്വർണത്തിനകത്തിലോട്ട് ഇടുന്നത് വെള്ളിയും ചെമ്പുമാണ്. ചേർത്തുണ്ടാക്കുന്ന സ്വർണത്തെയാണ് നമ്മൾ 916 സ്വർണം എന്ന് പറയുന്നത്. ഇതൊരു ഖര ലായനിയാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങളൊരു സോളിഡ് സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ, സോളിഡിന് ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് കേട്ടോ. 916 ഗോൾഡ് ഒരു ഖര ലായനിയാണ്. 17 ആയോ നിങ്ങളെ. അടുത്ത 18. അത് ടെസ്റ്റിലെ ഒരു എക്സ്പെരിമെൻ്റ് കേട്ടോ. പഞ്ചസാര ലായനി അലിഞ്ഞു ചേരുന്ന വെള്ളം, വാട്ടർ വിത്ത് ഷുഗർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, മിശ്രിതം സാൾട്ട് ഉപ്പ് വെള്ളം, അതുപോലെ തന്നെ ചോക്കുപൊടി കലർത്തിയ വെള്ളം. അങ്ങനെ 3 മിശ്രിതങ്ങൾ വെച്ചിരിക്കുക. കണ്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളോട് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് കുറേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആർ ദീസ് മിക്സ്ചർ ലൈക്ക്? ഈ മിശ്രിതങ്ങളെല്ലാം ഒരുപോലെയാണോ? പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളമുണ്ട്, ഉപ്പ് വെള്ളമുണ്ട്, ചോക്കുപൊടി കലർന്ന വെള്ളമുണ്ട്. ഈ 3 ഒരുപോലെയാണോ? നോ, ഒരുപോലെ അല്ല. നമ്മളോട് ചോദിച്ചതിന് മറുപടി മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഷുഗർ സൊല്യൂഷൻസ് ആൻഡ് സാൾട്ട് സൊല്യൂഷൻ? പഞ്ചസാര ലായനിയും ഉപ്പ് ലായനിക്കും എന്തെല്ലാം സാമ്യതകളാണുള്ളത്? The particles of both the solutions are invisible. The particles do not settle down. 2 പദാർത്ഥങ്ങളിലെയും കണങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഉണ്ടോ? നമ്മൾ വെള്ളത്തിനകത്തിലോട്ട് ഉപ്പോ പഞ്ചസാരയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അത് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞ് വെള്ളവുമായിട്ട് അങ്ങ് ചേരുന്നുണ്ട് അല്ലേ. അവിടെ കണങ്ങൾ അടിയുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത് നമ്മൾ ചെവിട്ടിൽ നോക്കിയാൽ അത് കാണാൻ പറ്റുന്നില്ല. അതെന്താണ്? മൊത്തം അലിഞ്ഞ് വെള്ളവുമായിട്ട് ചേരുന്നു. എന്നാൽ അവരടുത്ത് ചോദിച്ചു നോക്കിയേ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ മിക്സ്ഡ് വിത്ത് ചോക്ക് പൗഡർ ആൻഡ് സോൾട്ട് സൊല്യൂഷൻസ്? ഈ ചോക്ക് പൊടികൾ കലർന്ന വെള്ളവും ഉപ്പിലായനിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇനി അവർ തങ്ങളിൽ എന്താ വ്യത്യാസം? ദ പാർട്ടിക്കിൾസ് ഓഫ് ചോക്ക് പൗഡർ
പൗഡർ മിക്സ്ഡ് വിത്ത് വാട്ടർ ആർ വിസിബിൾ ആണ്. ചോക്ക് പൗഡർ നമുക്ക് വെള്ളത്തിലിട്ടാൽ കാണാൻ പറ്റും കുഞ്ഞുങ്ങളെ കേട്ടോ. അതിൻ്റെ പൊടികൾ വലിയ പൊടിയാണെങ്കിൽ അത് താഴെയും പോവും, അല്ലാത്തതാണെങ്കിൽ എന്താ ചെറിയ പൊടികളൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കും കേട്ടോ. അത് ഓർത്തോണേ. ദ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ഇൻ സാൾട്ട് സൊല്യൂഷൻസ്. ദ പാർട്ടിക്കിൾസ് ആർ ഇൻവിസിബിൾ കേട്ടോ. ഓർത്തോണേ, ദ പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ അത് എഴുതണേ. അതായത് ചോക്കുപൊടി കലർന്ന വെള്ളത്തിലെ കണികകളെ നമുക്ക് കാണാൻ സാധിക്കും. കണങ്ങൾ അടിയുന്നു, അതിൻ്റെ കണങ്ങളെല്ലാം അങ്ങ് അടിയിൽ പോകുന്നു. ഉപ്പ് ലായനിയിലെ കണികളെ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ചോക്കുപൊടിയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് ഓർത്തോണേ കേട്ടോ. അതൊരു പരീക്ഷണമാണ്. ഇനി അതുപോലെ ഇതിനകത്തിൽ ഈ ചാപ്റ്റർ ഫുള്ള് പരീക്ഷണമാണ് കേട്ടോ. അടുത്തത് പരീക്ഷണം പേജ് നമ്പർ 83 എടുക്കണേ കുഞ്ഞുങ്ങൾ. അതിനകത്ത് ഒരു ഗ്ലാസ്സിൽ പഞ്ചസാര ലായനി എടുക്കുക എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ടെസ്റ്റ് നല്ലപോലെ പഠിക്കണേ. കുറേ എക്സ്പെരിമെൻറ്റ് ഈ പാഠത്തിലുണ്ട് കേട്ടോ. രുചിയിൽ അനുഭവപ്പെട്ട വ്യത്യാസങ്ങൾ പട്ടികയിൽ രേഖപ്പെടുത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, വാട്ടർ വിത്ത് ഡിസോൾവ്ഡ് ഷുഗർ, പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളമാണെങ്കിൽ അത് ടോപ്പിലും മിഡിലും ബോട്ടത്തിലും, അതായത് ഏറ്റവും മുകളിലും അതിൻ്റെ നടുക്കും അതിൻ്റെ അടിഭാഗത്തും എന്ത് മാറ്റമാണ് വന്നത്? നമ്മൾ പഞ്ചസാര നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിൽ പഞ്ചസാര ഇട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യും കുഞ്ഞുങ്ങളെ. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പൂണിട്ട് നല്ലപോലെ ഇട്ട് ഇങ്ങനെ അടിച്ച് മിക്സ് ചെയ്യുമ്പോഴേ അതിൻ്റെ ആ 3 ഭാഗത്തും ഒരേ രീതിയിലല്ലേ അതിൻ്റെ മധുരം വരുന്നത്? സെയിം ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ഏറ്റവും മുകളിലും നടുഭാഗത്തും അതിൻ്റെ അടിയിലും ഒരേ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അല്ല ഞാൻ ഇച്ചിരി ഇവിടെ നിൽക്കട്ടെ മേളി അങ്ങനെ വല്ലതും ഉണ്ടോ? എല്ലായിടവും ഒരേ ടേസ്റ്റാണ്. എന്നാൽ വാട്ടർ വിത്ത് അൺസ്റ്റിർഡ് ഷുഗർ, നമ്മൾ ഈ പഞ്ചസാര എങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കാതിരിക്കുക. വെള്ളത്തിലോട്ട് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ടോപ്പിലാണെങ്കിൽ കുറച്ച് മധുരം. കാരണം പഞ്ചസാര അടി കിടക്കുന്നേയുള്ള നല്ലപോലെ അത് കലങ്ങി മേളി വന്നില്ല അല്ലേ? അപ്പം ഏറ്റവും മുകളിൽ സ്വീറ്റാണ് എന്ന് വെച്ചാൽ മധുരം കുറവാണ്. പക്ഷേ കുറച്ചുകൂടെ താഴെയോ അവിടെ മധുരം അതിന് മറ്റേതിനേക്കാൾ ഇച്ചിരി കൂടെ കൂടുതലായിരിക്കും. സ്വീറ്ററാണ് അല്ലേ? എന്നാൽ ഏറ്റവും അടിഭാഗത്തോ സ്വീറ്റസ്റ്റ് ആണ് അല്ലേ? മധുരം ഏറ്റവും കൂടുതലായിരിക്കും കേട്ടോ. മനസ്സിലായോ? കാരണം ഇട്ട് കൊടുത്ത പഞ്ചസാര അടി കിടക്കുക. നമ്മൾ ഒന്നുകിൽ എന്തെങ്കിലും സ്പൂണോ വല്ലോ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തെങ്കിലല്ല അത് കലങ്ങി മേളി വരും കേട്ടോ. അതൊക്കെ നമ്മൾ സാധാരണ ഒന്ന് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത is the sweetness the same everywhere in the well stirred sugar solutions? നന്നായി ഇളക്കി ചേർത്ത പഞ്ചസാര ലായനിയിൽ എല്ലായിടത്തും മധുരം ഒരുപോലെയാണോ? അതെ, നല്ലപോലെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ എല്ലായിടവും മധുരം ഒരുപോലെയാ അല്ലയോ കുഞ്ഞുങ്ങളെ? നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് പഞ്ചസാര ഉപ്പിട്ട് നല്ലപോലെ ഇളക്കിയാൽ എല്ലായിടത്തും ഒരേ മധുരമായിരിക്കും കേട്ടോ. ഓക്കെ ആണോ? 19ാമത്തെ ഇനി ടെസ്റ്റിലെ 2 പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ, ഏകാത്മക മിശ്രിതങ്ങൾ ഹോമോജീനിയസ് മിക്സർ എന്നും ഹെട്രോജീനിയസ് മിക്സർ എന്നും അല്ലേ? ഏകാത്മക മിശ്രിതങ്ങൾ എന്നും ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്നാൽ എന്ത്? ദ മിക്സർ ദാറ്റ് ഷോസ് ദ സെയിം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് ഓൾ ഇറ്റ്സ് പാർട്ടീസ് കാൾഡ് ഹോമോജീനിയസ് മിക്സ്ചർ. ഒരു മിശ്രിതത്തിൻ്റെ ഇപ്പം നമ്മൾ പഠിച്ചതാ, ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവം ഉള്ളതാണെങ്കിൽ, നമ്മളിപ്പോൾ പഞ്ചസാര ഇട്ട് നല്ലപോലെ അടിച്ചടിച്ചടിച്ചടിച്ച് നല്ലപോലെ വെള്ളവും പഞ്ചസാര ഇട്ട് അടിച്ച് കലക്കിയില്ലേ, എല്ലായിടവും ഒരേ രീതിയിലല്ലേ അപ്പോൾ വരുന്നത്? അങ്ങനെ ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത്? കാരണം അത് ഒറ്റ ഇതേ ഉള്ളൂ. ഏകം എന്ന് വെച്ചാൽ ഒന്നല്ലേ? ഏകാത്മക മിശ്രിതമാണ്. ഹോമോജീനിയസ് മിക്സ്ചർ ആണ് കേട്ടോ. അപ്പം ഹെട്രോ എന്തുമായിരിക്കും? ഹെറ്ററോ കേട്ടോ. ഹെട്രോ നമ്മൾ പറഞ്ഞാൽ ഹെറ്ററോജീനിയസ് ആട്ടോ. അതായത് അപ്പം നമ്മളിലെ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചില്ലേ? ഒരു മിശ്രിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഉള്ളതെങ്കിൽ അത്തരം മിശ്രിതത്തെ നമ്മൾ ഭിന്നാത്മക മിശ്രിതങ്ങൾ പറയുന്നത് കേട്ടോ. ദ മിക്സർ ദാറ്റ് ഷോസ് ഡിഫറെൻ്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെൻ്റ് പാർട്ടീസ് കാൾഡ് ഹെറ്ററോജീനിയസ് മിക്സർ. മനസ്സിലാവുന്നുണ്ടോ? ആ ക്ലൂ ഓർത്താൽ മതി കുഞ്ഞുങ്ങളെ. നമ്മൾ ഗ്ലാസ്സിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ടാണെങ്കിൽ അതിൻ്റെ മധുരം എല്ലായിടത്തും ഒരുപോലെയാണ്. അതിനെ നമ്മൾ ഏകാത്മക മിശ്രിതങ്ങൾ അല്ലെങ്കിൽ ഹോമോജീനിയസ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അനക്കാതെ ആ ഗ്ലാസ് അവിടെ വെക്കുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മുകളിൽ വലിയ മധുരം ഉണ്ടോ? ഇല്ല. അതിൻ്റെ തൊട്ട് താഴെ ഇച്ചിരി, അതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിരിക്കും നല്ല മധുരം അല്ലേ? അതിനെ നമ്മൾ പറയുന്നത്? ഹെട്രോജീനിയസ് മിക്സർ അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതങ്ങൾ. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? 22 ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളം
വെള്ളം, ഉപ്പ് ഇളക്കി അലിയിക്കാതെ വെള്ളം എന്നിവ ഒരേ തരം മിശ്രിതങ്ങളാണോ? നമ്മളിപ്പോൾ പഞ്ചസാരയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ. ഉപ്പ് അലിഞ്ഞു ചേർന്നാൽ അലിച്ചെടുത്ത ഉപ്പ് ഇളക്കാത്തത്, ഇപ്പം നമ്മൾ പറഞ്ഞോളൂ ഒരുപോലെയാണോ കുഞ്ഞുങ്ങളെ? അല്ല. ഇപ്പം നമ്മൾ പറഞ്ഞതല്ലേ, അതാ ആർ ദ മിക്സ്ചർ with dissolved salt and that with undissolved salt same ആണോ? How are they different? No, the same. Not the same ആണോ? അല്ല. The mixture എന്താ കുഞ്ഞുങ്ങളെ with ഡിസോൾവ്ഡ് സാൾട്ട് ഈസ് ഹോമോജീനിയസ് അല്ലേ? ദ മിക്സർ വിത്ത് അൺഡിസോൾവ്ഡ് സാൾട്ട് ഹെട്രോജീനിയസ്. നല്ലപോലെ അലിഞ്ഞതാണെങ്കിൽ അത് ഹോമോജീനിയസും, ഇനിയല്ല എന്താ അലിയിക്കാൻ ഇനി എന്താ താഴെ മാത്രം കൂടുതലും അതിൻ്റെ മേളി വലുതും അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ അത് ഹെട്രോജീനിയസും ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, 22 കേട്ടോ. അടുത്ത 23ാമത്തെ ചോദ്യം, ചോക്കുപൊടിയും വെള്ളവും ചേർന്ന മിശ്രിതം ഏകാത്മകമാണോ? നമ്മൾ ചോക്കുപൊടിയുടെ കാര്യം ഓർക്കുമ്പോഴേ നിങ്ങൾ ഓർത്തോണം, അതങ്ങ് ചോക്കുപൊടി നമ്മൾ വെള്ളത്തിലോട്ടിട്ട് കഴിഞ്ഞാൽ അത് മൊത്തം അഴിഞ്ഞ് താഴെ വരും അല്ലേ? വെള്ളത്തിൻ്റെ അടിഭാഗത്ത് വരും, അത് കലങ്ങുന്നില്ല, വെള്ളവുമായിട്ട് അത് മിക്സ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഉപ്പിട്ട് കൊടുത്താലോ, അത് ഉപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അതങ്ങ് അലിഞ്ഞ് വെള്ളവുമായിട്ട് ചേരും അല്ലേ? ഇവിടെ ചോക്കുപൊടിയും വെള്ളവും ചേർന്ന മിശ്രിതം ഏകാത്മകം ഒരുപോലെയാണോ? ഈസ് ദ മിക്സർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ്? വൈ? ചോക്കുപൊടിയും വെള്ളവും ചേർന്ന മിശ്രിതം ഭിന്നാത്മകമാണ് കേട്ടോ. കാരണം എന്താ? വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ? നമ്മൾ ചോക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ അത് പോയി അടിയിൽ പോയി കിടക്കുമോ? അത് മേളിലോട്ട് വരുന്നുണ്ടോ? ഇല്ല കേട്ടോ. അതുകൊണ്ട് അതെന്താ? ഭിന്നാത്മകമാണ് കേട്ടോ. എന്താ? ഹെട്രോജീനിയസ് ആണ്. ദ മിക്സർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ ഈസ് ഹെട്രോജീനിയസ് ബിക്കോസ് ഇറ്റ് ഷോസ് ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറൻറ്റ് പാർട്സ്. നമ്മളിത് കാര്യമായിട്ടൊന്നും ഇതിനകത്ത് പഠിക്കാമല്ലോ കുഞ്ഞുങ്ങളെ. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇല്ലേ, ഞാനീ പറയുമ്പോൾ തന്നെ നമുക്ക് പഠിച്ചങ്ങ് പോയിക്കൂടാ. ഇനി അതിന് വേണ്ടി പ്രത്യേക സമയം വേണ്ട. മനസ്സിലായോ? അടുത്തത് കോമ്പോസ്റ്റ് നമ്മൾ പഠിച്ചായിരുന്നില്ലേ? കമ്പോസ്റ്റും കോൺക്രീറ്റ് മിക്സും പിന്നെ എഡിബിൾ മിക്സ്ചർ. കമ്പോസ്റ്റ്, കോൺക്രീറ്റ് മിക്സ് ആൻഡ് എഡിബിൾ മിക്സ്ചർ ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ്? കമ്പോസ്റ്റ് വളം, കോൺക്രീറ്റ്, നാം കഴിക്കുന്ന മിക്സ്ചർ എന്നിവയൊക്കെ ഏകാത്മ മിശ്രിതമാണോ? ഏകാത്മമാണോ കുഞ്ഞുങ്ങൾ? അത് കേൾക്കുമ്പോഴേ അറിയാം. ആണോ? മിക്സർ എന്താ? അത് ഹെട്രോജീനിയസ്. എന്താ? പല കാര്യങ്ങൾ ചേർന്നതല്ലേ ഈ പറഞ്ഞതെല്ലാം. ബിക്കോസ് ദേ ഷോ ഡിഫറൻറ്റ് പാർട്ടിക്കിൾസ് അല്ലെ ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറൻറ്റ് പാർട്സുകൾ കേട്ടോ. കമ്പോസ്റ്റ് വളവും കോൺക്രീറ്റ് മിക്സും നാം കഴിക്കുന്ന മിക്സർ എന്നിവ ഭിന്നാത്മകമാണ്. കാരണം അതെന്താ? ഇപ്പം നമുക്കറിയാം, കോൺക്രീറ്റ് നമ്മൾ ഇട്ട് കൊടുത്താൽ എന്താ? വെള്ളത്തിലോട്ട് സിമെൻറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതൊക്കെ നമുക്കത് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ അല്ലേ? അതൊക്കെ ഭിന്നാത്മകമാണ്. കാരണം വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവമായതിനാൽ അവയെല്ലാം ഭിന്നാത്മകമാണ് കേട്ടോ. 25ാമത്തെ ചോദ്യം, എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ? എന്താണ് ഹെട്രോജീനിയസ് മിക്സ്ചർ? അത് നമ്മൾ എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ എക്സാമ്പിള് ഉപ്പുവെള്ളം അല്ലേ, ഷുഗർ സൊല്യൂഷൻ, സോപ്പ് സൊല്യൂഷൻ, വിനാഗിരി, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒക്കെ എന്താ? ഏകാത്മകമാണ് കേട്ടോ. ഇതെല്ലാം വെള്ളവുമായിട്ട് ചേർന്ന് അവരൊറ്റ കെട്ടായിട്ട് നിൽക്കുക. പക്ഷേ എന്താ? ഹെട്രോജീനിയസ് അല്ലേ, ഭിന്നാത്മകം എന്ന് വെച്ച് കഴിഞ്ഞാൽ റവയില്ലേ കുഞ്ഞുങ്ങളെ? ഉപ്പുമാവിൻ്റെ റവ, ഷുഗർ, എന്താ? ഇതൊക്കെ എന്താ? രണ്ടും രണ്ടായിട്ട് നിൽക്കത്തേ ഉള്ളൂ അല്ലേ? റവയും ഉപ്പും, റവയും പഞ്ചസാരയും, റവയും അയൺ പൗഡറും, ഗ്രീൻ ഗ്രാം പാടിയും, ഇതെല്ലാം എന്താ? ഹെട്രോയാണ് കേട്ടോ. അവർ രണ്ടുപേരും രണ്ടിടത്തേ പോയിരിക്കത്തുള്ളൂ കേട്ടോ. ആ ക്ലൂ ഒക്കെ പഠിച്ച് വെച്ചേക്കണേ. ഇത്രയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ കഴിഞ്ഞ 2 പാർട്ടി പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് 3ാമത്തെ പാർട്ടാണ്. ഇത് മുതലാണ് നമ്മൾ പറയാനുള്ളത്. ഇനി നമ്മൾ കുറേ വാതകങ്ങളെക്കുറിച്ചൊക്കെയാണ് ടെസ്റ്റിനകത്തിൽ കേട്ടോ. മിശ്രിതങ്ങൾ നിത്യജീവിതത്തിൽ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. മിശ്രിതം ഇതുവരെ നമ്മൾ പറഞ്ഞു. ഇതിനകത്തിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ടെസ്റ്റിൽ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. കുറേയൊക്കെ ഞാൻ നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്, കുറേയൊക്കെ ടെസ്റ്റിൽ തന്നെ അങ്ങ് എഴുതിയേക്കാം കേട്ടോ. നാട്ടെ ഇവിടെ മുതലാണ് ഇനി നമ്മൾ എടുക്കാനുള്ളത്. പേജ് നമ്പർ 84. വാട്ട് ആർ ദ കോമ്പോണൻസ് ഓഫ് ഇൻ എയർ? ഏതൊക്കെയാണ് ഈ ഘടകങ്ങൾ? ഏതൊക്കെയാണെന്നാവും നിങ്ങളെ ചോദിച്ചേക്കുന്നത്. ഘടകങ്ങൾ, ഗ്യാസ്, ക്വാണ്ടിറ്റി. നമുക്ക് നമ്മുടെ അന്തരീക്ഷത്തിൽ നൈട്രജൻ എന്ന് പറയുന്നത് 78% ഉണ്ട് കേട്ടോ. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് ഏതാ ചോദിച്ചാൽ ആ നൈട്രജനാണ് കേട്ടോ. അതിലിപ്പോൾ 1 മാർക്കിന് ചോദിക്കാം കേട്ടോ. ഓർത്ത് വെച്ചേക്കണേ, ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ്. അതായത് 78% നമ്മുടെ അന്തരീക്ഷത്തിൽ എന്താ കുഞ്ഞുങ്ങളെ? നൈട്രജനാണ് കേട്ടോ. അടുത്തതോ? അത് കഴിഞ്ഞിട്ടോ
കാർബൺ ഡൈ ഓക്സൈഡ് എത്രയുണ്ട്? 0.04% ഉള്ളൂ കേട്ടോ, 0.04%. ഓക്സിജൻ ആണെങ്കിലോ 21% ഓക്സിജനാണ്. വേറെ ഉണ്ട് കേട്ടോ, ഒരുപാട് വാതകങ്ങളുണ്ട്, അതെല്ലാം കൂടെ 0.96% കേട്ടോ. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം, അല്ലെങ്കിൽ ഒരു മാർക്കിനൊക്കെ ചോദിക്കാം ഓരോന്നും എത്രയൊക്കെ ഉണ്ടെന്ന്. അടുത്ത, വിച്ച് കോമ്പോണൻറ്റ്സ് ഓഫ് എയർ ആർ ബീങ് യൂസ്ഡ് ടു ആക്ടിവിറ്റീസ് സച്ച് ആസ് റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്. ശ്വസനം, പ്രകാശ സംശ്ലേഷണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ വായുവിലെ ഏതൊക്കെ ഘടകങ്ങളെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? അത് ടെസ്റ്റ് വായിക്കാൻ അത് ഒത്തിരി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാനങ്ങ് ചുരുക്കി പറയാം, കാരണം അതെല്ലാം കൂടെ വായിച്ചോന്ന് വിചാരിച്ച് നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ലല്ലോ. അതായത് നമ്മുടെ ശ്വാസം വിടത്തില്ലേ, ആ ശ്വസനവും പ്രകാശ സംശ്ലേഷണം, അതിന് ഞാൻ എങ്ങനെ കാണിക്കും? പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് ഇല്ല കുഞ്ഞില്ലേ, തുടങ്ങിയ പ്രവർത്തനങ്ങൾ വായുവിലെ ഏതൊക്കെ ഘടകങ്ങളെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? ഡ്യൂറിങ് റെസ്പിറേഷൻ ഓക്സിജൻ ഈസ് ടേക്കൺ ഇൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ലെറ്റ് ഔട്ട് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ ശ്വസന സമയത്ത് എന്താ കുഞ്ഞുങ്ങളെ, നമ്മൾ ഓക്സിജൻ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടുകയാണ് ചെയ്യുന്നത് അല്ലേ, അല്ലയോ? എന്നാൽ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ടേക്കൻ ഇൻ, ഓക്സിജൻ ഈസ് ലെറ്റ് ഔട്ട്. എന്തുവാ നോക്കി കുഞ്ഞുങ്ങളെ, നമ്മൾ ശ്വസന സമയത്ത് നമ്മൾ ഓക്സിജനാണ് വലിച്ചെടുക്കുന്നത്. നമ്മൾ ഓക്സിജൻ വലിച്ചെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് പുറത്തു വിടുന്നത് അല്ലേ. പക്ഷേ പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ അത് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ പുറത്തു വിടുന്നു. പ്രകാശ സംശ്ലേഷണം എന്താണ്? ചെടികളിലാണ് അല്ലേ. പ്രകാശ സംശ്ലേഷണ സമയത്ത്, അതായത് നമ്മൾ മനുഷ്യരും പ്ലാന്റ്സ് അല്ലേ, നമ്മൾ മനുഷ്യരെന്ത് ചെയ്യുന്നു, ഓക്സിജനെ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടുന്നു. പക്ഷേ പ്ലാന്റ്സുകളൊക്കെ എന്താ ചെയ്യുന്നത്, ഫോട്ടോസിന്തസിസ് സമയത്ത് അവർ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കണേ, ഓക്സിജനെ പുറത്ത് വിടുന്നു കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത ഇത് ടെസ്റ്റിലെ ചോദ്യം കേട്ടോ, എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. ഇതുപോലെ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും ഓക്സിജൻ കുറയുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? അത് വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. നമ്മുടെ വായുവിൽ നമ്മളിപ്പോൾ കുറേ ഘടകങ്ങൾ, ഇത് എന്താണ് ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തോ എഴുതാം കുഞ്ഞുങ്ങളെ. നമ്മൾ ഈ പറഞ്ഞ നൈട്രജന്, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജന്, അതുപോലെ തന്നെ മറ്റ് ഘടകങ്ങൾ, മറ്റ് ഉള്ളവയെല്ലാം ഘടകങ്ങളിൽ വരുന്ന കേട്ടോ. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ കേട്ടോ. ഘടകങ്ങൾ, കോമ്പോണൻറ്റ്സ് ഓഫ് എയർ കേട്ടോ. എന്താണ് കോമ്പോണൻറ്റ്സ് ഓഫ് എയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് എഴുതി വെച്ചേക്കണം കേട്ടോ. ഇനി നമ്മുടെ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൂടി നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഓരോന്നിൻ്റെയും പറഞ്ഞു അല്ലേ, നമ്മൾ ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡെ പുറത്ത് വിടുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ അന്തരീക്ഷത്തിൽ അല്ലെ നമ്മുടെ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ഓക്സിജൻ അങ്ങ് കുറയുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? വാട്ട് വിൽ ബി ഹാപ്പൻ ഇഫ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ആൻഡ് ദാറ്റ് ഓഫ് ഓക്സിജൻ ഡിക്രീസ് ഇൻ എയർ? എന്ത് സംഭവിക്കും കുഞ്ഞുങ്ങളെ? ഇഫ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ആൻഡ് ദാറ്റ് ഓഫ് ഓക്സിജൻ ഡിക്രീസ്, ലിവിങ് ബീയിങ് വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സർവൈവ്. വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയാൽ അന്തരീക്ഷത്തിന്റെ താപനില ഉയരാൻ കാരണമാകും. അപ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവങ്ങ് കുറയുകയും ജീവജാലങ്ങളുടെ, നമുക്ക് ഓക്സിജൻ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയാവുകയും ചെയ്യും. നമുക്ക് ഓക്സിജനൊക്കെ ഇല്ലാതിരിക്കുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് കൂടി ഓക്സിജൻ അങ്ങോട്ട് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാനായി ഇപ്പം തന്നെ നമുക്ക് കിട്ടുന്നില്ല തോന്നില്ലയോ? ഇടയ്ക്കിടയ്ക്ക് ഒരു ശ്വാസം മുട്ടലില്ലയോ? ഓക്സിജന്റെ അളവ് കുറയുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ, നമ്മളൊക്കെ 10 മിനിറ്റ് 2 മിനിറ്റ് ഒന്നും ഇല്ലാതിരിയപ്പോൾ അറിയാം അല്ലേ, നമുക്ക് തന്നെ ജീവന് ഭീഷണിയാവും കേട്ടോ. ടെസ്റ്റിലെ ചോദ്യമാണ് എൻ്റെ പൊന്നു മക്കളെ, എഴുതിയെടുക്കണേ. 29ാമത്തെ ചോദ്യം. ഹൗ ഡസ് ദ ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക് അഫക്റ്റ് ദ ഇക്വിലിബ്രിയം ഓഫ് എയർ? ഇക്വിലിബ്രിയം അല്ലെ, BRIO, ഇക്വിലിബ്രിയം ഓഫ് എയർ. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് വായുവിനെ എങ്ങനെ ബാധിക്കും? പ്ലാസ്റ്റിക് കത്തിക്കരുതെന്ന് പറയത്തില്ലേ, അത് നമ്മുടെ വായു എയറിനെ എങ്ങനെ ബാധിക്കും കുഞ്ഞുങ്ങളെ? The smoke produced by burning plastic contains various toxic substances. These substances get mixed with air. It affects the health of living beings including humans. ഇംഗ്ലീഷ് മീഡിയക്കാർ അത് എഴുതിയെടുക്കണേ. അതായത് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ വിവിധ ഇനം വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. ടോക്സിക് സബ്സ്റ്റൻസ്. സ്മോക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ബേണിംഗ് പ്ലാസ്റ്റിക് കണ്ടെയ്ൻസ്. പ്ലാസ്റ്റിക്കിനകത്തിൽ എന്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്? വേരിയസ് ടോക്സിക് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവ നമ്മുടെ അന്തരീക്ഷത്തിൽ ദീസ് സബ്സ്റ്റൻസ് ഗെറ്റ് മിക്സ്ഡ് വിത്ത് എയർ. ഇറ്റ് അഫക്റ്റ് ദ ഹെൽത്ത് ഓഫ്, നമ്മുടെ ആരോഗ്യത്തിന് എന്താണ്, നമ്മുടെ
മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കും എന്നോർത്തോണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരാൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് കേട്ടോ. അത് എഴുതിയെടുക്കണേ. ഇനി അതിൻ്റെ ഇനി അടുത്ത കുറേ നമ്മുടെ ടെസ്റ്റിനകത്തിലെ ചെറുപയറും വൻപയറും ഒക്കെ കുറേ ചോദ്യങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. അതായത് ലീനത്തിൻ്റെ ഒളിച്ചുകളിയെക്കുറിച്ചൊരു എക്സ്പെരിമെൻ്റ് ടെസ്റ്റിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭരണിയിൽ ഇവിടെ അതായത് പ്ലാസ്റ്റിക് ഭരണിയിൽ മെറ്റലിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. നിങ്ങളതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇടാം. ഓക്കെ, പ്ലാസ്റ്റിക് ഭരണിയിൽ മെറ്റലുണ്ടല്ലോ, ചെറിയ ഗ്രാവൽ, അതിട്ടിട്ട് നല്ലപോലെ എന്ത് ചെയ്യുക, ആ കുപ്പിയെ പൊട്ടി പോകുമായിരിക്കും അല്ലേ, ഇട്ട് നന്നായിട്ട് കുലുക്കി ഏൽക്കുക. എന്നിട്ട് മെറ്റലിൻ്റെ അളവ് മാർക്കർ പേന കൊണ്ട് ഭരണിയുടെ പുറത്ത് അടയാളപ്പെടുത്തണം. ഇതിലേക്ക് ചെറുപയർ കൂടി ഇട്ട് ഭരണി നല്ലപോലെ ഇടുക. ചെറുപയർ ഇട്ടു, ഈ മെറ്റലിനകത്തിൽ ചെറുപയർ ഇട്ട് കൊടുക്കും അല്ലേ. ചെറുപയറിന് 90 100 ഒക്കെ ഉണ്ട്, ചുമ്മാതെ വാരിയിട്ട് കളയല്ലേ. ഇതൊക്കെ ഇവരെ പറഞ്ഞിട്ട് അങ്ങ് പോകില്ലേ. അടുക്കളയിക്കുന്ന ചെറുപയർ വാരി കുപ്പിയിലിട്ട് നശിപ്പിച്ച് കളയല്ലേ കേട്ടോ. പഠിച്ചാൽ മതി കേട്ടോ, പരീക്ഷണമൊന്നും വേണ്ട. മെറ്റലിൻ്റെ അളവ്. എന്നിട്ട് എന്ത് ചെയ്യാം നിങ്ങളെ, ഇതിലേക്ക് ചെറുപയർ ഇട്ട് ഭരണി നല്ലപോലെ ഇളക്കുക. മെറ്റലിൻ്റെ ഉയരം കൂടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അളവ് പട്ടികയിൽ രേഖപ്പെടുത്തുക എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തൊരു ബോക്സ് താണ്ട കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് എഴുതുക എന്നുള്ളതാണ്. അതായത് നോക്കൂ കുഞ്ഞുങ്ങളെ, ഭരണിയിൽ മെറ്റലിട്ട് നന്നായി കുലുക്കി അമർത്തിയ ശേഷം അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? നല്ലപോലെ ഭരണിയിലിട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ അടയാളപ്പെടുത്തിയത് ഒരു 16 സെൻറ്റ്. അത് നിങ്ങൾ അവനവൻ്റെ ഇതിൽ എഴുതാനാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ എഴുതാന്നത്. നമ്മൾ ഏത് കുപ്പിയാണ് എടുത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എഴുതിയില്ല കേട്ടോ. ഇനി അതിൻ്റെ താഴെ കുറേ പറയുന്നുണ്ട്. അതായത് അതാണ് നമ്മൾ എഴുതിയാട്ടെ. ചെറുപയറും റവയും ഇട്ട് കുലുക്കി ഇറക്കിയ ശേഷം ഭരണിക്കുള്ളിലെ മെറ്റലിൻ്റെ ഉയരത്തിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ചെറുപയറും റവയും ഇട്ട് കുലുക്കി ഇറക്കി നല്ലപോലെ കുലുക്കി കുഞ്ഞുങ്ങളെ. കുലുക്കിയതിന് ശേഷം ഭരണിക്കുള്ളിലെ ആ മെറ്റലിൻ്റെ ഉയരത്തിൽ മാറ്റം വരുന്നുണ്ടോ? Does the level of the gravel inside the jar change after adding green gram and rava and shaking them down? Why? എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന്? നോ, ദ ലെവൽ ഡസ് നോട്ട് ചേഞ്ച് ബിക്കോസ് ദർ ഈസ് ഇനഫ് സ്പേസ് ഇൻസൈഡ് ടു അക്കോമഡേറ്റ് ഓൾ ദീസ് ദെയർ. മാറ്റം വരുന്നില്ല. കാരണം എന്താണെന്നറിയോ, ആ ചെറുപയറും റവയും മെറ്റലുകൾക്കിടയിലുള്ള സ്ഥലത്ത് കയറുന്നു. മെറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ലേ കുഞ്ഞുങ്ങളെ, ഇച്ചിരി വലിയ വലിയ പീസുകളില്ലേ, ഇതിനകത്തോട്ട് ഇടയ്ക്ക് എവിടെ ഗ്യാപ്പ് ഉണ്ടോ അവിടെ ആര് കയറിയിരിക്കും? നമ്മുടെ കുഞ്ഞല്ലേ പയർ, ഈ പയർ അവിടെ കയറിയിരിക്കും കേട്ടോ. മാറ്റമൊന്നും അപ്പം വരുന്നില്ല. കാരണം ചെറുപയറും റവയും, ഇത് രണ്ടും, റവയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയല്ലേ, അതങ്ങ് താഴെ പോവും. പിന്നെ പയർ എന്താണ്, ഈ ഇതിൻ്റെ എവിടെ ഗ്യാപ്പ് വരുമല്ലോ, ഈ മെറ്റലിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ്, അവിടോട്ട് ആര് കയറിയിരിക്കും? നമ്മുടെ പയർ അല്ലേ കൊച്ചാട്ടൻ അവിടെ കയറിയിരിക്കും. ഓർത്തോണെ സ്ഥലത്തിൽ, അവിടെ ഉള്ള സ്ഥലത്ത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുമെന്ന് കേട്ടോ. ഇതുപോലെ തന്നെ എഴുതിയെടുക്കണേ. 31ാമത്തെ ചോദ്യം. ഇനി ഈ റവയുടെ ചെറുതരികൾ എവിടേക്കാണ് പോയതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വേർ ഹാവ്, നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ, അല്ലാതെ ഞാൻ എഴുതിയതല്ല, ടെസ്റ്റിലെ ഓരോ ചോദ്യമാണ്. വേർ ഹാവ് ദ ഗ്രീൻ ഗ്രാം സെറ്റിൽഡ്, റവയുടെ ചെറുതരികൾ എവിടേക്കാണ് പോയതെന്ന്. എവിടെ നിങ്ങളെ, ആ മെറ്റലിൻ്റെ ഇടയിലുള്ള സ്ഥലത്തോട്ടാണ് പോയത്. ഇൻ ദ സ്പേസ് ഇൻ ബിറ്റ്വീൻ ദ ഗ്രാവൽ അല്ലേ, ആ ഗ്രാവലിൻ്റെ ഇടയിലാണ് അത് പോയത്. വേർ ഹാവ് ദ റവ ഗ്രീൻ സെറ്റിൽഡ്, റവ എവിടെ പോയി? ഇൻ ദ സ്പേസ് ഇൻ ബിറ്റ്വീൻ ദ ഗ്രാവൽ ആൻഡ് ഗ്രീൻ ഗ്രാം, ആ ഗ്രാവലിൻ്റെയും ഗ്രീൻ ഗ്രാമിൻ്റെയും ഇടയിലുള്ള സ്ഥലത്ത് എന്ത് ചെയ്തു, നമ്മുടെ റവച്ചേട്ടനും കയറി കേട്ടോ. ഓക്കെ ആണല്ലോ. ഭരണിയിലെ മെറ്റലിലേക്ക് റവയും ചെറുപയറും ഇട്ട് കുലുക്കിയാൽ ഇവയ്ക്ക് മൂന്നിനും സ്ഥിതി ചെയ്യാൻ വേണ്ട ആകെ ഇടത്തിന് വ്യത്യാസം വല്ലതുമുണ്ടോ? ഭരണിയിലെ മെറ്റലിലേക്ക് റവയും ചെറുപയറും ഇട്ട് കുലുക്കിയാൽ, നമ്മൾ ഈ ഓരോ കാര്യം പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പതിയണം. റവ, മെറ്റല്, ചെറുപയർ, ഇവ മൂന്നും ഇട്ട് കുലുക്കിയപ്പോൾ ഇത് മൂന്നിനും സ്ഥിതി ചെയ്യാൻ വേണ്ട ആകെ ഇടത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വ്യത്യാസമില്ല. വെൻ റവ ആൻഡ് ഗ്രീൻ ഗ്രാം ആർ ആഡഡ് ടു ദ ഗ്രാവൽ ഇൻ ദ ജാർ ആൻഡ് ഷേക്കൺ, was there any difference in the total space required for all their മൂന്നെണ്ണത് അല്ലേ? നോ, there was no difference in the total space required കേട്ടോ. അത് നല്ലപോലെ എഴുതിയെടുക്കണേ. അപ്പോൾ അതൊക്കെയാവും നിങ്ങളെ ഇതിനകത്ത് പറയുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഏതാണ്ട്, പിന്നെ ഇതിനകത്തിൽ ഇതൊക്കെ ഒന്ന് വായിക്കാനാണ്. അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നുമില്ല, ഞാനങ്ങ് ചുരുക്കിയതായിട്ടോ. ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പദാർത്ഥങ്ങളുടെ നിർമ്മാണ ഘടനം, ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ കളറ്, ടേസ്റ്റ്, സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നിറവും, അതായത് പഞ്ചസാര എത്ര ചെറിയ തരികളായി മാറിയാണ് ജലത്തിൽ ഒളിച്ചിരിക്കുന്നത്. ഇത് പഞ്ചസാരയുടെ സ്വഭാവങ്ങൾ എന്തെല്ലാമാണ് എന്നൊരു ചോദ്യമായിട്ട് ചോദിച്ചേക്കുന്നത് കേട്ടോ. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഷുഗർ?
അതൊക്കെ റഫായിട്ടൊന്ന് അറിഞ്ഞാൽ മതി നിങ്ങളെ. പഞ്ചസാരയുടെ സ്വഭാവം എന്തൊക്കെയാ? പഞ്ചസാര എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അതിൻ്റെ കളറ് വെളുപ്പാണ്, അതിൻ്റെ ടേസ്റ്റ് മധുരമാണ് അല്ലേ. പിന്നോ അതിൻ്റെ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താ? അത് സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ? അത് സോളിഡ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതും? കളറ് വൈറ്റ് ആണ്, ടേസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് എന്താവും നിങ്ങളെ? പഞ്ചസാരയുടെ ടേസ്റ്റ് എന്താ? മധുരമാണല്ലേ. പിന്നെന്താ അവസ്ഥ ഏതാണ്? ഖരാവസ്ഥയാണ് കേട്ടോ. അത്ര എഴുതിയെടുക്കണേ. ഇനി അടുത്തത് അതിൻ്റെ തൊട്ട് താഴെ ഒരു എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാം പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. ടെസ്റ്റ് വായിക്കണേ, അറിയാമേ. ഇനി നമ്മൾ പഠിക്കാനുള്ളത് മോളിക്യൂൾസിനെ കുറിച്ചാണ്. ടെസ്റ്റ് വായിക്കാൻ അറിയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അത് അതിനകത്ത് എന്താണ്ട് പഞ്ചസാരയെ കുറിച്ചൊക്കെ തന്നെ ഇവിടെ ഷുഗർ ഇത് വേണേൽ ഞാൻ ഒന്ന് പറയാം. ഒരു പഞ്ചസാര തരി പൊടിച്ചത്, ഒരു ചെറിയ പഞ്ചസാര പൊടി വീണ്ടും നമ്മൾ പൊടിക്കുക. മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന വളരെ ചെറിയ പഞ്ചസാര പൊടിയാണ്. മൈക്രോസ്കോപ്പ് കൊണ്ട് പോലും കാണാൻ കഴിയാത്ത തീരെ ചെറിയ പഞ്ചസാര പൊടിയുണ്ട്. പഞ്ചസാരയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളോടും കൂടിയ ഏറ്റവും ചെറിയ കണികയുണ്ട്. അതിനെ പറയുന്ന പേരാണ് മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്ര. ഇനി നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ പഞ്ചസാര എടുക്കുമ്പം നമ്മൾ കൈവച്ചിങ്ങനെ ഞെരിച്ചിങ്ങനെ എടുക്കുമ്പോഴേ ഏറ്റവും ചെറിയ കണിക വരുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഏറ്റവും ചെറുത് അതായിരിക്കും എന്നല്ലേ. അങ്ങനെയല്ല നിങ്ങൾ അതിനെ വീണ്ടും പൊടിക്കാം. അങ്ങനെ എത്രത്തോളം അതിനെ പൊടിച്ച് അവസാനം ഒരു നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പൊടിയായിട്ട് വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളിക്യൂൾസ് കേട്ടോ. അതിനേക്കാൾ ചെറുത്. ഇനി അതിനേക്കാൾ ചെറുതിനെ നമ്മൾ ആറ്റം എന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ആറ്റം. അപ്പോൾ ഇവിടെ മോളിക്യൂൾസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മോളിക്യൂൾസ് ഈസ് ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് എ സബ്സ്റ്റൻസ് ഹാവിങ് ഓൾ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ആൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. അതങ്ങ് എഴുതിയെടുക്കണേ. എന്താണ് തന്മാത്ര? മോളിക്യൂൾസ് ഈസ് ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് എ സബ്സ്റ്റൻസ് ഹാവിങ് ഓൾ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ആൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോട് കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികളാണ് തന്മാത്ര കേട്ടോ. അതിൻ്റെ ഏറ്റവും ചെറിയ കണികളെ നമ്മൾ എന്ത് പറയുന്നത്? തന്മാത്ര. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ്. നമ്മുടെ ഈ ബുക്ക് പേപ്പർ ആയാലും കേട്ടോ, ഈ ബോർഡായി എന്തോ ആയിക്കോട്ടെ, അതെല്ലാം ചെറിയ ചെറിയ കണികളാൽ നിർമ്മിതമല്ലേ ഇല്ലേ. അതുകൊണ്ട് എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ് കേട്ടോ. ഒരു മാർക്കിനൊക്കെ ചോദിക്കാം. 34 എണ്ണമായോ നിങ്ങളെ? 35 പേജ് നമ്പർ 88 പിക്ചർ എടുക്കാനാണ് പറയുന്നത്. അതിന് മുമ്പേ ഏതാണ്ട് ഒരു ബോക്സിനകത്തുള്ളൊരു സാധനം കിടപ്പുണ്ട് കേട്ടോ. നിങ്ങളതൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കണേ കേട്ടോ. കണാദൻ എന്ന് പറയുന്നതാ. കനാഡ കേട്ടോ. കന്നഡ എന്ന് പറയല്ലേ കുഞ്ഞുങ്ങളെ? കനാഡ കേട്ടോ. അതായത് പഞ്ചസാര ലായനിയിലെ പഞ്ചസാര കാണാൻ കഴിയാതിരിക്കുകയും പഞ്ചസാരയുടെ ഗുണമായ മധുരം എല്ലാ ഭാഗത്തും ഒരുപോലെ കാണുന്നതിൻ്റെയും രഹസ്യം എന്താണെന്ന് മനസ്സിലായി. അതിലടങ്ങിയ പഞ്ചസാര തന്മാത്രകൾ ജലത്തിലുടനീളം വ്യാപിക്കുന്നു. ഈ പഞ്ചസാര ലായനി ഒരു ഏകാത്മക മിശ്രിതമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി കണാദൻ അതായത് കനാദ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. പുരാതന ഭാരതത്തിലെ കാനഡ വാസ് എ ഫിലോസഫർ ആൻഡ് സ്കോളർ ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യ. ഇത് കാണാതെ പഠിക്കാനൊന്നുമില്ല. ഒരു മാർക്കിൽ ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. നമ്മുടെ പുരാതന ഭാരതത്തിലെ തത്വചിന്തകൻ ഫിലോസഫറാണ് പണ്ഡിതനുമായിരുന്ന കണാദൻ BC 2-ാം ശതകത്തിലോ 6-ാം ശതകത്തിലോ ജീവിച്ചിരുന്നതായിട്ട് അനുമാനിക്കുന്നു. കറക്റ്റായിട്ട് ആർക്കും പറയുന്നില്ല അദ്ദേഹം എന്നാ ജനിച്ചെന്ന്. BC 2-ാം ശതകത്തിലോ അല്ലെ 6-ാം ശതകത്തിലോ ജീവിച്ചിരുന്നു എന്ന് അനുമാനിക്കാം. വിഭജിക്കാൻ കഴിയാത്ത, നോക്കണേ അദ്ദേഹം ഉള്ള കാലത്ത് എന്താ അത് കണ്ടുപിടിച്ചതെന്ന്. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മ കണങ്ങൾ, നമുക്ക് വീണ്ടും അതിനെ വിഭജിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ഏറ്റവും ചെറിയ സൂക്ഷ്മ കണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുന്നതെന്ന് നമ്മുടെ കണാദൻ ചേട്ടൻ വിശ്വസിച്ചു. പക്ഷേ സൂക്ഷ്മ കണങ്ങൾക്ക് പരമാണു എന്നൊരു പേരും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് പരമാണു? കനഡ ബിലീവ്ഡ് ദാറ്റ് ഓൾ മാറ്റർ ഈസ് കമ്പോസ്ഡ് ഓഫ് ഇൻഡിവിസിബിൾ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് കാൾഡ് പരമാണു. പരമാണു എന്ന് തന്നെ വായിക്കണേ കേട്ടോ. സൂക്ഷ്മജീവികൾ എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത ചെറിയ ഇതാണ്. അപ്പോൾ അതിനെ നമ്മൾ ചെറിയതായതുകൊണ്ട് അതിനെ പരമാണു എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്മാത്രകൾ അടുത്തും അകന്നും. ന്യൂക്ലിയാർസ് നോക്കിക്കേ. സോളിഡിൽ തന്മാത്രകൾ എങ്ങനെയാണ്, ലിക്വിഡിൽ എങ്ങനെയാണ്, ഗ്യാസിൽ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടോ നിങ്ങളെ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൽ നമ്മുടെ എങ്ങനെയൊക്കെയാണ് മോളിക്യൂൾസ്, അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയെന്ന് തോന്നുന്നു. നോക്കട്ടോ നിങ്ങളെ. അതൊക്കെ
അതിൻ്റെ എന്നിട്ട് ഈ ചോദ്യങ്ങളാട്ടോ, ഈ ചോദ്യങ്ങൾ എങ്ങനെയാണെന്നാണ് മലയാളം മീഡിയം നോക്കണേ. ഒരു പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അടുത്തിരിക്കുന്നത്? നമ്മുടെ ഈ പടം കണ്ടില്ലയോ? ഈ 3 പടത്തിലും ഏറ്റവും അടുത്തിരിക്കുന്നത് നോക്കിയേ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഏറ്റവും അടുത്തിരിക്കുന്ന ഏതാ കുഞ്ഞുങ്ങളെ? സോളിഡ് അല്ലേ? ഖര അവസ്ഥയിലാണ്, ഇൻ സോളിഡ് കേട്ടോ. രണ്ടാമത്തേത്, ഒരു പദാർത്ഥത്തിൽ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അകന്നിരിക്കുന്നത്? ഇതിനകത്ത് ഏറ്റവും അകന്നിരിക്കുന്ന ആരാ? അറ്റത്തെ അല്ലേ? ഗ്യാസിലാണ് കേട്ടോ, വാതകത്തിലാണ്. ഇൻ ഗ്യാസ്, വാതകത്തിൽ. ഇനി ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത രൂപമുള്ളതും വാതകം, ദ്രാവകം എന്നിവയ്ക്ക് നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്തുകൊണ്ടാണെന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. വൈ ഡു സോളിഡ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് വൈൽ ഗ്യാസ് ആൻഡ് ലിക്വിഡ് ഡു നോട്ട് ഹാവ് ഡോണ്ട് ഹാവ്? ഇംഗ്ലീഷ് മീഡിയക്കാർ അത് എഴുതിയെടുക്കണേ. അത് ഇച്ചിരി വലിയൊരു ക്വസ്റ്റ്യൻ ആവും നിങ്ങളെ. അതായത് ഖരപദാർത്ഥം, കട്ടിയുള്ള അല്ലേ, സോളിഡായിട്ടുള്ള പദാർത്ഥങ്ങൾ നിശ്ചിത രൂപമുണ്ട്. നമ്മളൊരു കല്ലെടുക്കുക, അല്ലെങ്കിൽ ഒരു പഞ്ചസാര എടുക്കുക, കട്ടിയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു എടുക്കും കുഞ്ഞുങ്ങളെ, കട്ടിയുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലേ. അപ്പം നമ്മളതെന്താ, ഒരു പേനയോ അല്ലെ ഒരു സ്കെയിലോ, ഇതെല്ലാം കട്ടിയുള്ളതാണ്. ഈ സ്കെയിലിന് എന്താ പറയുന്നത്? ഇത് ഖരപദാർത്ഥങ്ങൾക്ക് ഇതിനൊരു രൂപമുണ്ട് അല്ലേ. ഖരപദാർത്ഥങ്ങൾക്കെല്ലാം ഒരു രൂപമുണ്ട്. വാതകം, ദ്രാവകം, വാതകം, ഗ്യാസ് അല്ലേ, അതിനൊരു ഉണ്ടോ? നമ്മൾ ഏത് പാത്രത്തിലാണോ അല്ലെ ഇട്ട് വെക്കുന്നത് ആ ഷേപ്പായിരിക്കും. ദ്രാവകവും അതുപോലെ അല്ലേ അല്ലേ, നമ്മൾ ഏത് ടിന്നിലാണോ അല്ലെ ഏത് കുപ്പിയിലാണോ ഒഴിച്ചു വെക്കുന്നത് ആ രൂപത്തിലായിരിക്കും ഈ ദ്രാവകമുള്ളത്. പക്ഷേ കട്ടിയുള്ള ഒരു കല്ല് അല്ലെ ഈ സ്കെയില്, അതിന് മനസ്സിലായോ? കട്ടിയുള്ളതും കട്ടി അല്ലാത്തതും. സോളിഡും ഗ്യാസും ലിക്വിഡും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അപ്പോൾ അതെങ്ങനെ എഴുതും? ഇൻ സോളിഡ് മോളിക്യൂൾസ് ആർ വെരി ക്ലോസ് ടുഗദർ. ദർ ഈസ് എ സ്ട്രോങ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. ദെയർഫോർ they have a definite shape compared in solid. Molecules in liquid and gas are far apart. Therefore, there is no strong attractions between them. Hence, liquid and gas do not have a definite shape. മനസ്സിലായോ? ഇംഗ്ലീഷ് മീഡിയക്കാർ അത് അതുപോലെ തന്നെ എഴുതിയെടുക്കണം കേട്ടോ. കറക്റ്റായ പോയിൻ്റാണ്. മലയാളം മീഡിയക്കാരെങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ഖരാവസ്ഥയിൽ തന്മാത്രകൾ ഏറ്റവും അടുത്താണ്. നമ്മൾ ആ പടം കണ്ടറിയാം. ഖരാവസ്ഥയിൽ തന്മാത്രകൾ സോളിഡ് മോളിക്യൂൾസ് വെരി ക്ലോസ് ആണ്, എപ്പോഴും ഏറ്റവും അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. തന്മാത്രകൾ തമ്മിൽ ശക്തമായ അവർ തമ്മിലൊരു ആകർഷണമുണ്ട്, അട്രാക്ഷൻ ഉണ്ട് അല്ലേ. തന്മാത്രകൾ തമ്മിൽ ശക്തമായ ഒരു ആകർഷണമുണ്ട്. അതിനാൽ അവയ്ക്കൊരു നിശ്ചിത രൂപവുമുണ്ട്. ഖരപദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ദ്രാവകത്തിലെയും വാതകത്തിലെയും തന്മാത്രകൾ അകന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ആ പടം കണ്ടാൽ അറിയാം അല്ലേ. അതിനാൽ അവ തമ്മിൽ ശക്തമായ ആകർഷണമൊന്നും ഇല്ല. അതായത് ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും നിശ്ചിതമായ ആകൃതി ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത്, വൈ ആർ ലിക്വിഡ് ഏബിൾ ടു ഫ്ലോ? അടുത്ത ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ദ്രാവകങ്ങൾക്ക് ഒഴുകാൻ കഴിയുന്നത് എന്തുകൊണ്ടാവും നിങ്ങളെ? ദ്രാവകങ്ങൾക്ക് ഒഴുകാൻ കഴിയുന്നത് എന്തുകൊണ്ട്? വൈ ആർ ലിക്വിഡ്സ് ഏബിൾ ടു ഫ്ലോ? When compared to solid, the molecules in liquid state are loosely packed. The attraction between the molecules is less, so they have more freedom of movement, so they are able to flow. ഇംഗ്ലീഷ് മീഡിയക്കാർ അത് എഴുതണം കേട്ടോ. എന്ന് വെച്ചാൽ ഖരപദാർത്ഥങ്ങളെ പോലെ ദ്രാവകത്തിലെ തന്മാത്രകൾ തമ്മിൽ ശക്തമായ ആകർഷണ ബലമൊന്നും ഇല്ല. അതുകൊണ്ട് തന്മാത്രകൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് തെന്നി മാറാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. ഹൗ ക്യാൻ ഗ്യാസ് സ്പ്രെഡ് ഫാസ്റ്റ്? വാതകങ്ങൾക്ക് അതിവേഗം വ്യാപിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാവും? നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ അടുപ്പ് കത്തിക്കുന്ന LPG അല്ലേ, ആ ഗ്യാസൊക്കെ ഇച്ചിരി ഒന്ന് നമ്മൾ ഓണാക്കിയിട്ട് പെട്ടെന്ന് അത് വ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ എല്ലാം ആവുന്നത് എന്തുകൊണ്ടാണ്? വാതക തന്മാത്രകളുടെയിടയിൽ ധാരാളം സ്ഥലമുണ്ട് കേട്ടോ. അവ തമ്മിൽ മതിയായ ആകർഷണമില്ല. നമ്മൾ മുമ്പ് പറഞ്ഞതാ, അവ തമ്മിൽ ആകർഷണ ബലമില്ല. തന്മാത്രകളുടെ ചലനവേഗം വളരെ കൂടുതലുമാണ്. അതിനാൽ വാതകങ്ങൾ വേഗത്തിൽ വ്യാപിക്കുന്നു എന്ന് ഓർത്തോണം കേട്ടോ. കേട്ടല്ലോ. അതായത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ദ മോളിക്യൂൾസ് ഓഫ് ഗ്യാസസ് ആർ വെരി ലൂസ്ലി പാക്ക്ഡ്. ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഈസ് വെരി ലെസ്. ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഈസ് വെരി ഹൈ. സോ ഗ്യാസ് ക്യാൻ സ്പ്രെഡ് ഫാസ്റ്റ്. കാണാൻ പറ്റത്തില്ലായിരുന്നോ? കണ്ടല്ലോ. ഓക്കെ ആണോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത 41ാമത്തെ ഇത് ടെസ്റ്റിലെ ഓരോ ചോദ്യങ്ങളാട്ടോ. സോളിഡ് ക്യാനോട്ട് ഫ്ലോ ഓർ സ്പ്രെഡ്. വൈ? ഖരപദാർത്ഥങ്ങൾക്ക് ഒഴുകാനോ വ്യാപിക്കാനോ കഴിയുന്നില്ല. എന്തുകൊണ്ട്? കേട്ടോ. സോളിഡുകൾക്ക് ക്യാനോട്ട് ഫ്ലോ ഓർ സ്പ്രെഡ് എന്തുകൊണ്ടാവും നിങ്ങളെ? അതായത് ദ മോളിക്യൂൾസ് ഓഫ് എ സോളിഡ് ആർ ടൈറ്റ്ലി പാക്ക്ഡ് അല്ലേ. നമ്മൾ പറഞ്ഞു സോളിഡ് എപ്പോഴും ടൈറ്റായിട്ടാണ് പാക്ക്ഡ് അല്ലേ. ദെയർ ഈസ്
എന്താ ഗ്രേറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. സോ ദേ കാനോട്ട് മൂവ് ഫ്രം ഇറ്റ്സ് പൊസിഷൻ. സോ സോളിഡ് കാനോട്ട് ഫ്ലോ എന്താ സ്പ്രെഡ് അല്ലേ. ഖരപദാർത്ഥങ്ങളിലെ തന്മാത്രകൾ വളരെ അടുത്താണ്. നമ്മൾ പറഞ്ഞു ഖരം ഏറ്റവും അടുത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഒത്തിരി വട്ടം പറഞ്ഞു അല്ലേ. അവ തമ്മിൽ ശക്തമായ ആകർഷണ ബലവും ഉണ്ട്. ഏതാ ഖരപദാർത്ഥങ്ങൾ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. തന്മാത്രകൾക്കിടയിൽ സ്ഥലം കുറവായതുകൊണ്ട് ചലനവേഗവും കുറവാണ്. ഓക്കെ. തന്മാത്രകളേക്കാൾ വളരെ ചെറിയ കണങ്ങളെ എന്ത് പേരാവും നിങ്ങൾ? മുമ്പ് നമ്മൾ പറഞ്ഞു എന്താണ് തന്മാത്രയെന്ന് നമ്മൾ ബോക്സിൽ എഴുതിയത് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ തന്മാത്രകളേക്കാൾ ചെറിയ കണങ്ങളുണ്ട് കേട്ടോ. തന്മാത്രകളേക്കാൾ ചെറിയ കണങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ. അതിന് പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? ആറ്റം കേട്ടോ. എന്താണ്? ആറ്റം. അപ്പം 42 ക്വസ്റ്റ്യനായി. അടുത്ത 43ാമത്തെ എന്താണ്? മിക്സ്ചർ. എന്താ കുഞ്ഞുങ്ങളെ? മിക്സ്ചർ എന്നാൽ എന്താണ്? സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആർ പ്യുവർ സബ്സ്റ്റൻസ്. സബ്സ്റ്റൻസസ് മെയ്ഡ് അപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആർ മിക്സ്ചേഴ്സ്. ചില പദാർത്ഥങ്ങൾ ഒരേതരം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നു. ഇവ ശുദ്ധ പദാർത്ഥങ്ങളാണ്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. മിക്സ്ചർ എന്നാൽ എന്തെന്ന് എഴുതിയെടുത്തോണേ. അടുത്ത എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് എന്നാൽ എന്ത്? പ്യുവർ ശുദ്ധ പദാർത്ഥങ്ങൾ എന്നാൽ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആർ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. മിക്സ്ചേഴ്സ് വിൽ ഹാവ് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ഇൻ ദം. അതായത് ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടാക്കിയ പദാർത്ഥങ്ങളെയാണ് നമ്മൾ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. മിശ്രിതങ്ങളിൽ വ്യത്യസ്ത തന്മാത്രകൾ ഉണ്ടായിരിക്കും എന്നും കൂടി എഴുതണം. വാട്ട് ആർ ദ പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചർ? എന്തുവാ ഈ പ്യുവർ മിശ്രിതങ്ങൾ ശുദ്ധപദാർത്ഥങ്ങളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ മിശ്രിതങ്ങളും ശുദ്ധപദാർത്ഥങ്ങളാണോ നിങ്ങളെ? എന്തുകൊണ്ടാണ്? പ്യുവർ സബ്സ്റ്റൻസ് ആർ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് അല്ലേ. മിക്സ്ചേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. അതായത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നതിനാൽ മിശ്രിതങ്ങൾ ശുദ്ധപദാർത്ഥങ്ങളല്ല എന്നാണ് പറയുന്നത്. അടുത്തത് വാട്ടർ വിത്തൗട്ട് എനി ഇമ്പ്യൂരിറ്റീസ് ഇൻ എ പ്യുവർ സബ്സ്റ്റൻസ് വൈ. അത് നല്ലപോലെ നോക്കണേ. വാട്ടർ വിത്തൗട്ട് എനി ഇമ്പ്യൂരിറ്റീസ് ഇൻ എ പ്യുവർ സബ്സ്റ്റൻസ് വൈ. അതായത് മാലിന്യമില്ലാത്ത ജലം ഒരു ശുദ്ധപദാർത്ഥമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മാലിന്യമില്ലാത്ത ജലം ഒരു ശുദ്ധപദാർത്ഥമാണോ? ആണോ കുഞ്ഞുങ്ങളെ? പ്യുവർ സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ഓൺലി സെയിം ടൈപ്പ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്. സോ ഇറ്റ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. ഒരേ ജലം, നമ്മുടെ വെള്ളം ഉണ്ടല്ലോ, അത് ഒരേ ഇനം തന്മാത്രകൾ മാത്രം അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളാണ്. അതുകൊണ്ട് ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ്. 47ാമത്തെ ചോദ്യം. അതിനു മുമ്പേ നമ്മുടെ ടെസ്റ്റിൽ നിങ്ങൾ നോക്കണേ, പേജ് നമ്പർ 90 എടുക്കണേ കുഞ്ഞുങ്ങളെ. പേജ് നമ്പർ 90 കേട്ടോ. അതായത് ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ശുദ്ധ പദാർത്ഥങ്ങൾ കേട്ടോ. ഇങ്ങനെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ശുദ്ധ പദാർത്ഥം എന്നാൽ എന്ത്, മിശ്രിതം എന്നാൽ എന്തെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാരും കൂടെ എടുത്തോണ്ടേ നിങ്ങൾ. ഏതാണ്ട് കഞ്ഞി അല്ലേ, പൊറിഡ്ജ്. എൻ്റെ ഇംഗ്ലീഷ് നോക്കണേ, പൊറിഡ്ജ് അല്ലേ. അതിനകത്തിൽ ജലം, ഉപ്പ്, മറ്റ് പദാർത്ഥങ്ങളുണ്ട്. അപ്പോൾ അതത്ര അടങ്ങിയതുകൊണ്ട് അത് മിശ്രിതമാണ് അല്ലേ. എന്താണ് നിങ്ങൾ പറയുന്നത്? മിക്സ്ചറാണ് അല്ലേ. മിക്സ്ചർ. ഇംഗ്ലീഷ് മീഡിയക്കാരെന്താ കുഞ്ഞുങ്ങളെ? മിക്സ്ചർ കേട്ടോ. പിന്നെ പെൻസിലിൻ്റെ ഗ്രാഫൈറ്റ് അത് ഒരെണ്ണേ ഉള്ളൂ അല്ലേ. അപ്പോൾ അത് ശുദ്ധ പദാർത്ഥമാണ്. പഞ്ചസാര ഒരെണ്ണേ ഉള്ളൂ, ശുദ്ധ പദാർത്ഥമാണ്. സോഡാ വെള്ളം എത്രണ്ണം ചേർന്നിട്ടുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും അല്ലേ. അപ്പോൾ അത് മിശ്രിതമാണ്. കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, ജലവും ഉണ്ട്, അതുകൊണ്ട് അത് മിശ്രിതമാണ്. സംഭാരം ഉണ്ടാക്കുക, ജലം ഒഴിക്കുന്ന, ഉപ്പ് മറ്റും എല്ലാം ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് മിശ്രിതമാണ്. ശുദ്ധജലം, ഇപ്പം നമ്മൾ പറഞ്ഞു വെള്ളം എന്ന് പറയുന്നത് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പൊട്ടാസ്യം പെർമാംഗനേറ്റ് അത് ഒരെണ്ണേ ഉള്ളൂ, അപ്പോൾ അത് ശുദ്ധ പദാർത്ഥമാണ്. സ്വർണ്ണാഭരണം, സ്വർണ്ണത്തിനകത്ത് ചെമ്പും വെള്ളിയും ഒക്കെ ചേർക്കുന്നുണ്ട്, അപ്പോൾ അത് മിശ്രിതമാണ്, മിക്സ്ചർ കേട്ടോ. സ്വർണം എന്ന് പറയുന്നത് ശുദ്ധ പദാർത്ഥം, പ്യുവർ സബ്സ്റ്റൻസ് ആണ് കേട്ടോ. 916 എന്ന് പറയുന്നത് ശുദ്ധ പദാർത്ഥമാണ് കേട്ടോ. ഓർത്തോണേ. സ്വർണ്ണ ആഭരണങ്ങളാണ് സ്വർണ്ണം എന്ന് പറയുന്നത് ശുദ്ധമാണ്. പക്ഷേ സ്വർണ്ണം കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ ചെമ്പും വെള്ളിയും ഒക്കെ ചേർക്കുന്നുണ്ടെന്ന് നമ്മളോട് പറഞ്ഞല്ലേ. അപ്പോൾ അത് മിക്സ്ചറുമാണ്. ഇത് രണ്ടെണ്ണം ഒന്നുകൂടെ നോക്കിയിട്ടേ എഴുതാവേ, ചാടിക്കയറി എഴുതരുത് കേട്ടോ. മനസ്സിലാക്കി എഴുതണം. ഓക്കെ. അത് ഞാൻ ഇതിനകത്ത് എഴുതിയില്ല കുഞ്ഞുങ്ങളെ. കാരണം ഇതിനകത്തിൽ ഈ മിശ്രിതം എന്ന് വെച്ചാൽ മിക്സറാണ്, ശുദ്ധപദാർത്ഥം എന്ന് വെച്ചാൽ പ്യുവർ സബ്സ്റ്റൻസ് കേട്ടോ, ഇംഗ്ലീഷ് മീഡിയക്കാർ. അതുപോലെ തന്നെ ടെസ്റ്റിൽ അടുത്ത ചോദ്യങ്ങളുണ്ട്. പദാർത്ഥം, ഇതാണ് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ശുദ്ധപദാർത്ഥമാണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബോക്സിനകത്തിൽ ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടല്ലോ. ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ പാല്, ശുദ്ധമായ നെയ്യ് എന്നിവയൊക്കെ പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ശുദ്ധമായത് എന്ന വാക്ക് ശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്നത് പരസ്യത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല. ശുദ്ധമായ വെളിച്ചെണ്ണ എന്നാൽ അതിൽ മറ്റ് എണ്ണകളോ ഘടകപദാർത്ഥങ്ങളോ അടങ്ങിയിട്ടില്ല എന്നാണ് വിപണിയിൽ അർത്ഥമാക്കുന്നത്. ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ വെളിച്ചെണ്ണ മറ്റ് പല ഘടകങ്ങളും തന്മാത്രകളും അടങ്ങിയ ഒരു ഏകാത്മക മിശ്രിതമാണ് കേട്ടോ പറയുമ്പോൾ. ഇപ്പോൾ അത് മേടിക്കാൻ ചെല്ലുമ്പോൾ ഇല്ലയോ
എല്ലാം പറച്ചിലേ ഉള്ളൂ. ഇനി നമ്മൾ പദാർത്ഥങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ടോ നിങ്ങളെ? ശുദ്ധ പദാർത്ഥം എന്താണ്? അയണ്, കോപ്പർ, കാർബൺ, വാട്ടർ, ഹൈഡ്രജൻ, ഓക്സിജൻ. കേട്ടോ, ശുദ്ധ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ നമ്മളോട് ചോദിച്ചാൽ എഴുതാൻ അറിയണം കേട്ടോ. ഇരുമ്പ്, ചെമ്പ്. കേട്ടോ, ഇനി സബ്സ്റ്റൻസ് നോക്കൂ നിങ്ങളെ. ഇപ്പം നമ്മളാ പറഞ്ഞത് സബ്സ്റ്റൻസ് 2 വിധമുണ്ട്. പ്യുവർ സബ്സ്റ്റൻസും ഉണ്ട്, മിക്സ്ചറും ഉണ്ട്. കേട്ടോ, പ്യുവർ സബ്സ്റ്റൻസും ഉണ്ട്, മിക്സ്ചറും ഉണ്ട്. ഈ പ്യുവർ സബ്സ്റ്റൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ എക്സാമ്പിൾ എഴുതിക്കോണം. മിക്സ്ചർ 2 വിധമുണ്ട്, ഹോമോജീനിയസും ഉണ്ട്, ഹെട്രോജീനിയസും ഉണ്ട്. കേട്ടോ, ഹോമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് സൊല്യൂഷൻ, കോക്കനട്ട് സൊല്യൂഷൻ, വിനാഗിരി ഒക്കെ ഹോമോയിൽ വരുന്നതാണ്. ഹെട്രോ എന്ന് വെച്ചാൽ ഉപ്പുമാവ്, ബിരിയാണി, ഫ്രൂട്ട് സലാഡ്, ഇതൊക്കെ എന്താണ്? ഹെട്രോജീനിയസിലും വരുന്നതാണ്. കേട്ടോ, ഇനി നമ്മുടെ ടെസ്റ്റിനകത്തിൽ നിങ്ങൾ ഇത് ഞാൻ എഴുതിയില്ല കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഏതാണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഞാൻ തരാം. അപ്പം നിങ്ങൾക്ക് നോക്കിക്കേ. പേജ് നമ്പർ 92 ആണോ അല്ലയോ ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം. അത് ഞാൻ അത്രയും എഴുതിയില്ല, കാരണം നിങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തരാം. അതായത് ഒന്നാമത്തെ ചോദ്യം, ഡു റൈസ് ആൻഡ് സ്റ്റോൺ ഹാവ് സെയിം കളറ്? ഡു ദേ ഹാവ് ദ സെയിം ഷേപ്പ് ആൻഡ് സൈസ്? അരിയും കല്ലും ഒരേ നിറത്തിലാണോ? അവയ്ക്ക് ഒരേ ആകൃതിയും വലിപ്പവുമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഞാൻ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ലല്ലേ? ഞാൻ പറയാം കുഞ്ഞുങ്ങളെ. അരിയും കല്ലും ഒരേ നിറമാണോ? അരിക്കും കല്ലിനും ഒരേ നിറവും ഒരേ ആകൃതിയും ഒരേ വലിപ്പവും അല്ല. കേട്ടോ, അതിൻ്റെ ആൻസർ എന്താ കുഞ്ഞുങ്ങളെ? നോ റൈസ് ആൻഡ് സ്റ്റോൺ ഹാവ് ഡിഫർ ഇൻ കളർ, ഷേപ്പ് ആൻഡ് സൈസ്. ഇംഗ്ലീഷ് മീഡിയക്കാരെ. കേട്ടോ, അടുത്ത രണ്ടാമത്തത്, ദ കോമ്പോണൻസ് ഓഫ് വിച്ച് ഓഫ് ദീസ് മിക്സർ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഹാൻഡ്? ദ കോമ്പോണൻസ് ഓഫ് വിച്ച് ഓഫ് ദീസ് മിക്സർ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഹാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയിൽ ഏത് മിശ്രത്തിലെ ഘടകങ്ങളെയാണ് കൈകൊണ്ട് നമുക്ക് പെറുക്കിക്കളയാൻ സാധിക്കുന്നവ? കല്ല് കലർന്ന അരിയാണ്. കേട്ടോ, മിക്സ്ചർ ഓഫ് റൈസ് ആൻഡ് സ്റ്റോൺസ്. അടുത്തത്, if the stones have the same size and color that of rice, would it be possible to separate them by hand? It would not be possible. എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലിന് അരിയുടെ അതേ വലിപ്പവും നിറവും ആയിരുന്നെങ്കിൽ നമുക്ക് പെറുക്കി മാറ്റാൻ സാധിക്കുമോ? സാധിക്കില്ല. കേട്ടോ, അവനവൻ്റെ എഴുതിയെടുക്കണേ. അടുത്തത്, ക്യാൻ അയൺ ഡസ്റ്റ് ബി സെപ്പറേറ്റഡ് ഫ്രം സാൻഡ്? പറ്റുമോ നിങ്ങളെ? ഇരുമ്പ് പൊടി മണലിൽ നിന്നും കൈകൊണ്ട് നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റുമോ? കഴിയില്ല. നോ. പിന്നോ, ക്യാൻ അയൺ പൗഡർ ബി സെപ്പറേറ്റഡ് ഫ്രം സാൻഡ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് എനി അതർ പ്രോപ്പർട്ടി ഓഫ് അയൺ പൗഡർ? എങ്ങനെ എഴുതാം? അയൺ പൗഡർ വിൽ ബി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. പിന്നെയോ, സോ അയൺ പൗഡർ ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം സാൻഡ് യൂസിങ് എ മാഗ്നറ്റ്. ഇരുമ്പ് പൊടിയും മറ്റേതെങ്കിലും സവിശേഷത പ്രയോജനപ്പെടുത്തി ഇരുമ്പ് പൊടി മണലിൽ നിന്നും വേർതിരിക്കാൻ നമുക്ക് കഴിയുമോ? പറ്റുമോ അല്ലേ? ഏതാ? മാഗ്നറ്റിക് ഉപയോഗിച്ച്, കാന്തം ഉപയോഗിച്ച് നമുക്ക് പറ്റും. ആ പടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ മുറ്റത്തൊക്കെ മണ്ണ് കിടക്കുന്നതിൽ കാന്തം എടുക്കുന്നുണ്ടോ? ഓക്കെ, അടുത്ത ഒരു ചോദ്യം ഉണ്ടോ നിങ്ങളെ? ഘടകവസ്തുക്കളെ ഏതെല്ലാം സവിശേഷതകളാണ് ഈ 2 വേർതിരിക്കൽ രീതിയിലും നാം പ്രയോജനപ്പെടുത്തുന്നത്? നിങ്ങളുടെ കണ്ടെത്തൽ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആകൃതി, വലിപ്പം, കാന്തിക സ്വഭാവം. ഇതാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അതായത് വിച്ച് പ്രോപ്പർട്ടീസ് ഓഫ് ദ കോമ്പണൻസ് ഡു വി മേക്ക് യൂസ് ഓഫ് ഇൻ ദീസ് 2 മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻസ്? ഏതൊക്കെയാ? റൈസ് ആൻഡ് സ്റ്റോൺ, സൈസ്, ഷേപ്പ് ആൻഡ് കളർ. സാൻഡ് ആൻഡ് അയൺ ഡസ്റ്റോ? മാഗ്നറ്റിക് പ്രോപ്പർട്ടി. കേട്ടോ, പിന്നെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അതിൽ പിക്കിംഗ് അപ്പും ഉണ്ട്, സെപ്പറേറ്റിംഗ് യൂസിങ് മാഗ്നറ്റും ചോദിച്ചിട്ടുണ്ട്. കേട്ടോ, പിക്കിങ് അപ്പുമുണ്ട്. നോക്കണേ കുഞ്ഞുങ്ങളെ, പിക്കിംഗ് ഉണ്ട്. മലയാളവും മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? പിക്കിംഗ് അപ്പം എന്ന് വെച്ചാൽ നമുക്ക് പറക്കി കളയാൻ പറ്റുന്നത്. പെബിൾസ് ഫ്രം റൈസ്, പെബിൾസ് ഫ്രം ഗ്രീൻ ഗ്രാം, കാഷ്യൂ നട്ട് ഫ്രം ഡാമേജ്ഡ് നട്ട്സ്. കേട്ടോ, പിന്നെ അയൺ ഫ്രം സാൻഡ്, അയൺ പീസ് ഫ്രം സ്ക്രാപ്സ്, അയൺ ഓർ ഫ്രം ഇമ്പ്യൂരിറ്റീസ്. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് എഴുതിയെടുക്കണേ ടെസ്റ്റിലെ. കേട്ടോ, എന്താണ്? അരിയിൽ നിന്നും കല്ല് മാറ്റുക, പയറിൽ നിന്നും കല്ല് മാറ്റുക, കശുവണ്ടിയിൽ നിന്നും കേടായത് മാറ്റുക. ഇതൊക്കെ നമുക്ക് പറ്റുന്നതാണ്. പക്ഷേ കാന്തം ഉപയോഗിച്ച് നമുക്ക് എടുക്കുന്നതോ? മണ്ണിൽ നിന്നും ഇരുമ്പ് ഇതുണ്ടോ? മണ്ണിൽ നിന്നും ഇരുമ്പ് വേർതിരിച്ചെടുക്കുക. മാലിന്യത്തിൽ നിന്നും ഇരുമ്പ് സാധനങ്ങൾ മാറ്റും. നമ്മൾ ഈ ഒരുപാട് വലിയ ഗോഡൗണുകളിൽ വന്ന് ഈ സാധനങ്ങൾ കൊണ്ടുവരും, വേസ്റ്റ് കൊണ്ടിടുമല്ലോ കുഞ്ഞുങ്ങളെ. അതിനകത്തിൽ മാഗ്നറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെയുള്ള മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അതിനകത്തിലെ മാഗ്നറ്റുകൾ നുള്ളിയെടുക്കുന്നത്. കേട്ടോ, ഇരുമ്പുകൾ. അതുപോലെ തന്നെയാണ് ഇരുമ്പേരിനെ മാലിന്യത്തിൽ നിന്നും അയൺ ഓർ ഫ്രം ഇമ്പ്യൂരിറ്റീസ്. കേട്ടോ, ഓക്കെ ആണല്ലോ?
ഓക്കെ, അടുത്തായിട്ട് തൊട്ടിപ്പുറത്തും അതുപോലെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ പറയുക, ഹൗ ഡു വി സെപ്പറേറ്റ് ടീ ഡസ്റ്റ് ഫ്രം ടീ? ചായയിൽ നിന്നും ചായപ്പൊടി നമ്മൾ എങ്ങനെയാവും നിങ്ങളെ വേർതിരിക്കുന്നത്? നമ്മൾ ഫിൽട്രേഷൻ, അരിപ്പ വെച്ചല്ലേ സത്യത്തിൽ അല്ലേ, അരിക്കുന്നു. ഫിൽട്രേഷൻ എന്ന് വെച്ചാൽ അരിക്കുന്നു. ദ സൈസ് ഓഫ് ദ കോമ്പോണൻസ് സീവിങ്, അരിപ്പ വെച്ച് നമ്മൾ അരിച്ചെടുക്കുന്നു. 2 എന്താ അതിൻ്റെ മലയാളം മീഡിയം എന്താവും നിങ്ങളെ അരിക്കുന്നു കേട്ടോ. ചായയിൽ നിന്നും ചായപ്പൊടി വേർതിരിക്കാൻ എന്താ ചെയ്യുന്നത്, നമ്മൾ അരിക്കുന്നു. രണ്ടാമത്തത്, ഹൗ ആർ സ്മാൾ സ്റ്റോൺസ് റിമൂവ്ഡ് ഫ്രം റൈസ് വൈൽ വാഷിംഗ് ഇറ്റ് ബിഫോർ കുക്കിംഗ്? അരി വേവിക്കുന്നതിന് മുമ്പ് നമ്മൾ കഴുകുമ്പോൾ അരിയിൽ നിന്നും ചെറിയ കല്ലുകളൊക്കെ ഏത് മാർഗത്തിലൂടെയാണ് നമ്മൾ നീക്കുന്നത്? JCB ഉണ്ടെന്നാണോ? അല്ല. എന്താ, ഹാൻഡ് പിക്കിംഗ്, നമ്മൾ കൈകൊണ്ടാണത് പെറുക്കിയെടുക്കുന്നത്. അതിൻ്റെ സൈസും കളറും ആൻഡ് ഷേപ്പ് ഓഫ് ദ കോമ്പോണൻസ് ആർ ഡിഫറൻറ്റ് അല്ലേ. അരിയിൽ നിന്നും കളർ കണ്ടൊക്കെയാണ് നമ്മൾ പറക്കിയെടുത്ത് കളയുന്നത്. അപ്പം കൈകൊണ്ട് പെറുക്കുന്നു, അത് മതി കേട്ടോ മലയാളം മീഡിയക്കാർ. 1 മണിക്കൂറൊക്കെ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പറയുമ്പോഴേ, വിച്ച് ആർ ദ വേസ് ബൈ വിച്ച് മഡി വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ്? കലങ്ങിയ വെള്ളം ഉണ്ടല്ലോ നിങ്ങളെ, നമ്മൾ കലക്കവെള്ളമല്ലേ, അതിൽ വെള്ളം ശുദ്ധീകരിക്കുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്? പല മാർഗങ്ങളിലൂടെയും നമുക്ക് ചെയ്യാം. ഒന്ന് സെഡിമെൻറ്റേഷൻ, ഡീകൻഡേഷൻ, മാസ് ഓഫ് ദ കോമ്പോണൻസ് ആർ ഡിഫറൻറ്റ്. നമുക്ക് അടീക്കൽ, ഈ വെള്ളത്തിനകത്തിലുണ്ടെങ്കിൽ അതിങ്ങനെ ഇച്ചിരി നേരം അനക്കാതെ വെക്കും അല്ലേ, അല്ലെങ്കിൽ എന്താ നമ്മൾ അരിച്ചെടുക്കും. അതും അല്ലെങ്കിൽ അതിൻ്റെ തെളി, മേലത്തെ വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ട് ബാക്കി വെക്കും കേട്ടോ. അങ്ങനെ പല രൂപത്തിൽ പറ്റും. വീട് പണികൾക്ക് ഉപയോഗിക്കുന്ന മണലിൽ നിന്നും ചരലും മറ്റ് മാലിന്യങ്ങളും വേർതിരിക്കുന്നത്, അത് നമ്മൾ വീട് പണിയുടെ മണ്ണ് അരിച്ചെടുക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ, അരിച്ചു മാറ്റുന്നു കേട്ടോ. അതും എന്താണ്, സീവിങ് ആണ് കേട്ടോ, സൈസ് ഓഫ് ദ കോമ്പോണന്റ്. പിന്നെ ഒരു പടം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓരോന്നും ചെയ്യുന്നതിനെ കുറിച്ച്. അതിൻ്റെയും കുറേ 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങളെ ഏതാണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. സാൾട്ട് ഇൻ സെപ്പറേറ്റഡ് ഫ്രം സീ വാട്ടർ കളക്റ്റഡ് ഇൻ സാൾട്ട് ഇൻ ഫീൽഡ്. അതായത് നമ്മുടെ ഉപ്പുള്ള സ്ഥലം, ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കുന്നത് എങ്ങനെയാ? ഇവാപ്പറേഷനിലൂടെ കേട്ടോ, ബാഷ്പീകരണത്തിലൂടെയാണ്. എന്താ മലയാളം? ബാഷ്പീകരണം. തൈരിൽ നിന്നും വെണ്ണ എടുക്കുന്നതല്ലോ, എന്താ, ബട്ടർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം കേർഡ്. തൈരിൽ നിന്നും വെണ്ണ എടുക്കുന്നത് എങ്ങനെയാ? മുറ്റത്ത് വെളിയിൽ കൊണ്ടുവച്ചാണോ? അല്ല. എന്താ, സെൻട്രിഫ്യൂഗേഷൻ കേട്ടോ, കടയൽ എന്ന് പറയും. നമ്മൾ ഈ മത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ കടയത്തില്ലയോ, അറിയാമോ? സെൻട്രിഫിക്കേഷൻ കേട്ടോ, സെൻട്രിഫ്യൂഗേഷൻ, കടയിൽ. മണലിൽ നിന്നും ഇരുമ്പൊടി വേർതിരിക്കുന്നതോ നമ്മൾ പറഞ്ഞു അല്ലേ, യൂസിങ് എ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേർതിരിക്കാം. പാടി ആൻഡ് ചാഫ് ആർ സെപ്പറേറ്റഡ്. നെല്ലുണ്ടല്ലോ നിങ്ങളെ, നെല്ലും പതിരും വേർതിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നെല്ല് നമ്മൾ മേപ്പോട്ട് മുറത്തിലെടുത്തിട്ട് മേളിൽ നിന്ന് താപ്പോട്ട് ഇങ്ങനെ ഇടുമ്പോൾ എന്താ, ഓപ്പോസിറ്റ് സൈഡിൽ കാറ്റിങ്ങോട്ട്, അവർ ഫാൻ വല്ലതും വെച്ചിട്ട് കാറ്റിങ്ങോട്ട് അടിക്കും. അപ്പോൾ എന്താ, അതിനകത്തിലെ വെയിറ്റ് ഉള്ള നല്ല നെല്ലെല്ലാം താഴെ വീഴും, ബാക്കിയുള്ളതെല്ലാം പറന്ന് അപ്പുറത്തോട്ട് വീഴുകയും ചെയ്യും കേട്ടോ. അതിനെക്കുറിച്ച് തന്നെ ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കില്ല, പോട്ടെ. ഇനി അതിനകത്തിലേയും കൂടെ ഉള്ളൂ കുഞ്ഞുങ്ങളെ ചോദ്യങ്ങൾ, അത് ഞാൻ പെട്ടെന്ന് വയ്ക്കാം. പട്ടികയിൽ അവസ്ഥാമാറ്റത്തെ പ്രയോജനപ്പെടുത്തി ലയിച്ചു ചേർന്ന ഘടകങ്ങളെ വേർതിരിച്ച സന്ദർഭം ഏതാണ്? ഇവിടെ കേട്ടോ, ഈ ചോദ്യത്തിൻ്റെ സാൾട്ട് ഈസ് സെപ്പറേറ്റഡ് ഫ്രം സീ വാട്ടർ കളക്റ്റഡ് ഇൻ ഫീൽഡ്, അതായത് ഇവാപ്പറേഷൻ കേട്ടോ. അടുത്ത രണ്ടാമത്തെ എന്താ, ഹൗ ഈസ് പ്രോസസ്സ് സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം കേർഡ് ഡിഫറൻറ്റ് ഫ്രം അതേഴ്സ്? തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കുന്ന രീതി മറ്റുള്ളവയിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? മേളിൽ തന്ന ചോദ്യത്തിൻ്റെ കേട്ടോ. എന്താ, ഇവിടെ സെപ്പറേറ്റ് ബട്ടർ ഫ്രം കേർഡ്, ദ മിക്സർ ഈസ് സ്ട്രോങ്ലി എന്താ വേൾഡ് WHIRLED എന്ന് കേട്ടോ, വേൾഡ് ഇൻ എ കണ്ടെയ്നർ. അതായത് നമ്മൾ മിശ്രിതത്തെ നമ്മളിങ്ങനെ മത്തെടുക്കത്തില്ലേ, മത്തെടുത്തിട്ട് ഇങ്ങനെ ആക്കത്തില്ലേ, എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കത്തില്ല, അതായത് വൃത്താകൃതിയിൽ കേട്ടോ, വൃത്താകൃതിയിൽ എന്താ അതിനെ വേഗത്തിൽ ചലിപ്പിക്കുന്നു. അടുത്തത്, സിറ്റുവേഷൻ മേക്ക് യൂസ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ കോമ്പോണൻസ് ഫോർ സെപ്പറേഷൻസ്. ഘടകത്തിൻ്റെ കാന്തിക സ്വഭാവം പ്രയോജനപ്പെടുത്തി വേർതിരിക്കുന്ന സന്ദർഭം ഏതാണ്? അയൺ പൗഡർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം സാൻഡ് കേട്ടോ, മണ്ണിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കുന്നത്. വിച്ച് പ്രോപ്പർട്ടി യൂസ്ഡ് സെപ്പറേറ്റ് ചാഫ് ഫ്രം പാടി? നെല്ലും പതിരും വേർതിരിക്കാൻ അവയുടെ ഏത് സവിശേഷതയാണ് നമ്മളിവിടെ പ്രയോജനപ്പെടുത്തിയത്? ഘടക കണികളുടെ ഭാരങ്ങളുടെ വ്യത്യാസം കേട്ടോ. ദ കോമ്പോണൻസ് ഡിഫർ ഇൻ മാസ്. മലയാളം മീഡിയക്കാർ അതിൻ്റെ ആൻസർ താണ്ടിയതാ കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളെ. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയക്കാർ ഇതും കാണാൻ പറ്റുന്നുണ്ടല്ലോ.
ഇനി അതിൻ്റെ താഴെ ഒരു ഡയാലിസിസിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യത്തിനെ എങ്ങനെ വേർതിരിക്കാവുന്നത് കേട്ടോ. അത് ഞാനിത് മലയാളത്തിൽ അങ്ങ് പറയും നിങ്ങളെ. അത് രക്തത്തിൽ നിന്നും രക്തത്തിനകത്തിലെ മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളാണ്. നമ്മുടെ ശരീരത്തിനകത്ത് വേസ്റ്റ് മാലിന്യങ്ങളെ എടുത്ത് മാറ്റുന്ന ആരാണ്? അരിപ്പ, വൃക്കയാണ് കേട്ടോ, നമ്മുടെ കിഡ്നി. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമാണ് ഉള്ളത്. ഈ രക്തം നിരന്തരമായി നമ്മുടെ വൃക്കകളിൽ കൂടി ഇങ്ങനെ അരിക്കലിന് വിധേയമാവുന്നു. നമ്മളിത് വല്ലതും അറിയുന്നുണ്ടോ? എവിടെ അല്ലേ? ഇത് ശരീരത്തിൻ്റെ സ്വാഭാവികമായി നടക്കുന്ന വേർതിരിക്കൽ പ്രക്രിയയാണ്. വൃക്കകൾക്ക് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ ഈ അരിക്കൽ പ്രക്രിയ കുറഞ്ഞ് രോഗി ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇത്തരം രോഗികളെ സഹായിക്കുന്നതിനായിട്ട് കൃത്രിമമായിട്ട് ഒരു അരിക്കൽ പ്രക്രിയയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഈ എല്ലായിടം, നമ്മുടെ തലയുടെ മുകളിൽ തൊട്ട് കാലിൻ്റെ പെരുവിരൽ വരെ ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടം കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഇത് ശുദ്ധമായ ഇത് ചെയ്യുന്ന ജോലി ആരാന്നറിയാം? നമ്മുടെ കിഡ്നി, വൃക്കയാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ വൃക്ക ഇങ്ങനെ എപ്പോഴും 24 മണിക്കൂർ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പം പുള്ളിക്കാരന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെന്തോ ചെയ്യും? നല്ലതും പന്നലും ഒക്കെ വേർതിരിക്കുന്നതിന് എന്തോ ചെയ്യും? അങ്ങനെ ഉള്ള എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇപ്പം അല്ലേ? അങ്ങനെയുള്ളത് കണ്ടുപിടിച്ചതാവും നിങ്ങൾ ഏതാ? ഡയാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോണ്ടോ? അവിടെ പിക്ചർ വരെ കൊടുത്തേക്കുന്നത് കണ്ടോ? ഓക്കെ, അത്രയാണ് നമ്മുടെ ചാപ്റ്ററിലുള്ളത്. ഞാൻ അത്ര എഴുതിയിട്ടുള്ളൂ. ഇപ്പം തന്നെ 1 മണിക്കൂറായി. ഒരു ചാപ്റ്റർ 1 മണിക്കൂർ, അതും വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. നിങ്ങളെ ലെറ്റേഴ്സസ് വേണമെങ്കിൽ കമൻറ്റ് പറയാം, ഞാൻ ഇട്ട് തരാം. അപ്പം നമ്മുടെ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ 1 മണിക്കൂറുണ്ട് ഇത്ര എടുത്ത് കുഞ്ഞുങ്ങളെ, അതൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. എത്ര നമ്മൾ മാക്സിമം പിടിച്ചാലും ഇത്രയൊക്കെ വരത്തുള്ളൂ. അപ്പം നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. എൻ്റെ കുഞ്ഞുങ്ങളെ ഇതുവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാണ് ഇവിടെ വരെ എത്തിച്ചത്. ഇനിയും നമുക്ക് തുടർന്നും പോവാം. പുതിയ ടെസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയ ടെസ്റ്റാണ് അടുത്ത് എടുക്കാൻ പോകുന്നത്. ഓക്കെ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, താങ്ക് യു.